കഥ തുടരുന്നു. റൂമിലെത്തിയ പാടെ സാക്ഷി പിറകെ നടന്ന് ചോദിച്ച ചോദ്യങ്ങളൊന്നും അവൾ കേട്ടില്ലെന്ന് നടിച്ചു. ഡ്രസ്സ് പോലും മാറാതെ ലൈറ്റ് ഓഫ് ചെയ്ത് പുറത്തെ തണുപ്പിനെ അതുപോലെ ദേഹത്തോട് ചേർത്ത് ഈ നഗരത്തിൽ വന്ന് ഇത്രയും ദിവസങ്ങൾക്ക് ശേഷം അവൾ സുഖമായി ഉറങ്ങി. എന്നിട്ടെന്താ രാവിലെ ഒരു 6 മണിയായപ്പോൾ കയറി വന്ന് കിടക്കുന്ന കിടപ്പാണിത്. ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ വിളിക്കാൻ വന്ന അശ്വിനിയോട് സാക്ഷി ഇന്നലത്തെ സംഭവങ്ങൾ വിവരിക്കുന്നത് കേട്ടാണ് അതിഥി പിറ്റേന്ന് ഉറക്കമുണർന്നത്. ആഹാ, ഇന്നലത്തെ ചായകുടിയുടെ ഹാങ് ഓവറൊക്കെ മാറിയോ? സമയം എന്തായെന്ന് വല്ല ബോധമുണ്ടോ? അതിഥി കണ്ണു തിരുമ്മി ക്ലോക്കിലേക്ക് നോക്കി. അയ്യോ, 1 മണിയോ? നീ എന്താ എന്നെ വിളിക്കാഞ്ഞത്? അതിഥി പുതപ്പ് മാറ്റി ചാടി എഴുന്നേറ്റു. ഒറ്റ വീക്ക് വെച്ച് തന്നാലുണ്ടല്ലോ, 1000 വട്ടം വിളിച്ചു. നീ എഴുന്നേൽക്കത്തുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് പോലും ഞാൻ കഴിച്ചില്ല. സാക്ഷി പരിഭവത്തോടെ പറഞ്ഞു. സാരമില്ല, നമുക്ക് വിശദമായി ലഞ്ച് കഴിക്കാൻ പോകാം. ഞാനൊന്ന് ബ്രഷ് ചെയ്തു വരാം. ഹേയ്, ഒരു ധൃതിയുമില്ല. ലഞ്ച് കഴിക്കാൻ ഇഷ്ടം പോലെ സമയമുണ്ട്. ഇന്ന് രാവിലെ എന്ത് നടന്നുവെന്ന് ഡീറ്റെയിലായി പറഞ്ഞിട്ട് മതി ബാക്കി പരിപാടികൾ. അശ്വിനിയും സാക്ഷിയെ പിന്താങ്ങി. എന്തുണ്ടാവാൻ? ഞങ്ങൾ പോയി ചായ കുടിച്ചു വന്നു. ഓഹോ, ഒന്നും സംസാരിച്ചില്ലേ? വെറുതെ ഓരോ കാര്യങ്ങൾ സംസാരിച്ചു. വീട്ടിലെ വിശേഷം, ജോലി, അതൊക്കെ തന്നെ. ഇനി എന്നും ഈ സംസാരം ഉണ്ടാവോ? അശ്വിനി ചിരിച്ചു. തീരുമാനിച്ചിട്ടില്ല. തീരുമാനമാകുമ്പോൾ അറിയിക്കാം. അതിഥി ബ്രഷും പേസ്റ്റുമായി ബാത്റൂമിലേക്ക് നടന്നു. ഞാൻ രാത്രി ഫോൺ ചെയ്യുന്നുവെന്ന് പറഞ്ഞ് ഇവിടെ എന്ത് ബഹളമായിരുന്നു. അവളിപ്പോൾ മതിൽ ചാടിയപ്പോൾ ആർക്കും ഒന്നും ചോദിക്കേണ്ട, അറിയണ്ട. നീ തന്നെയല്ലേ അവൾ മതിൽ ചാടിച്ചേ? നീ വിഷമിക്കേണ്ട, ഇവളെ നമുക്ക് പിടിക്കാം. ഇഷ്ടം പോലെ സമയമുണ്ടല്ലോ. ആരോടുന്നില്ലാതെ ഒച്ച വെച്ചുകൊണ്ടിരുന്ന സാക്ഷിയെ അശ്വിനി ചിരിച്ചുകൊണ്ട് ചേർത്ത് പിടിച്ചു. ലഞ്ച് കഴിഞ്ഞ് സാക്ഷി അശ്വിനിക്കൊപ്പം കല്യാണ ഹാൾ ബുക്ക് ചെയ്യാനും ഫുഡ് മെനു സെറ്റ് ചെയ്യാനുമായി പുറത്തുപോയി. കൂടെ പോവാൻ അവർ നിർബന്ധിച്ചെങ്കിലും ഉറക്കം ശരിയാവാത്തതിൻ്റെ തലവേദന കൊണ്ട് അതിഥി ഒഴിഞ്ഞു മാറി. വീണ്ടും ബെഡിലേക്ക് വീണ് അവൾ ഫോൺ ഓൺ ചെയ്തു. അമ്മയുടേതും ലയുടേതും മിസ് കോളിനൊപ്പം ശരണും 2 തവണ വിളിച്ചിട്ടുണ്ട്. പുലർച്ചെ അവൻ പറഞ്ഞത് സത്യമാകാൻ സാധ്യതയുണ്ടെന്ന് അവൾക്ക് തോന്നി. നടന്നതെല്ലാം ഒരു സ്വപ്നം പോലെയേ ഓർമ്മയുള്ളൂ. അവൾ മിസ് കോളുകളിലേക്ക് മാറി മാറി നോക്കി. അവസാനം അമ്മയെ തിരിച്ചു വിളിച്ചു. നീ എന്തിനാ ആ ഫോൺ കൊണ്ടു നടക്കുന്നത്? വിളിച്ചാൽ എടുത്തൂടെ? എന്നത്തെയും പോലെ ചീത്ത വെളിയിൽ നിന്നുമാണ് സംസാരം ആരംഭിച്ചത്. പക്ഷേ ഈ തവണ തെറ്റ് അവളുടെ ഭാഗത്തായതിനാൽ അവൾ തർക്കത്തിന് നിന്നില്ല. എനിക്ക് വയ്യായിരുന്നു, ഞാൻ ഉറങ്ങിപ്പോയി. എന്തേ, നീ രാത്രി തല കുളിച്ചോ? പെട്ടെന്ന് വയ്യാതെ ആവാൻ? അമ്മയുടെ സ്വരത്തിൽ പരിഭ്രമം കലർന്നു. ലോകത്തുള്ള എല്ലാ അമ്മമാരും ഇങ്ങനെയൊക്കെ തന്നെയാണ്. മക്കളിൽ അടുത്തില്ലാത്തപ്പോൾ അവരുടെ ഓരോ വയ്യായ്മകളിലും കൂടുതൽ വേദനിക്കുന്നതും ഉറക്കമില്ലാതെയാവുന്നതും അമ്മമാർക്കാണ്. അതിന് മാത്രം ഒന്നുമില്ല അമ്മ, ചെറിയൊരു തലവേദന, അത്രയേ ഉള്ളൂ. പിന്നെ ഇന്ന് ഞായറാഴ്ചയല്ലേ, ഓഫീസില്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ചു നേരം കിടന്നു. അവൾ അമ്മയെ സമാധാനിപ്പിക്കാൻ വേണ്ടി ഒരു കള്ളം പറഞ്ഞു. ഞാൻ ആൻറ്റിയോട് വരാൻ പറയണോ? അയ്യോ, ഒന്നും വേണ്ട, ഇവിടെ സാക്ഷിയുണ്ട്, എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഇന്ന് എന്തായാലും ഒരു 10 തവണയെങ്കിലും അമ്മ ഇനിയും വിളിക്കുമെന്ന് ഫോൺ കട്ട് ചെയ്തപ്പോഴേ അവൾക്ക് ഉറപ്പായിരുന്നു. നെറ്റ് ഓൺ ചെയ്തപ്പോൾ വാട്സപ്പിൽ വന്ന ആദ്യത്തെ മെസ്സേജ് ശരണിൻ്റേതായിരുന്നു. ഫ്രണ്ട്സിൻ്റെ കൂടെ പുറത്തു പോവുകയാണ്, രാത്രി എത്തിയിട്ട് വിളിക്കാം എന്ന അവൻ്റെ മെസ്സേജിന് അവളൊരു സ്മൈലി മാത്രം മറുപടി അയച്ചു. ഒരു രാത്രി കൊണ്ട് തന്നെ തൻ്റെ കാര്യങ്ങളെല്ലാം മാറിയതുപോലെ അവൾക്ക് തോന്നി. തനിക്ക് ഒപ്പം ഇരിക്കാനും സംസാരിക്കാനും കാത്തിരിക്കുന്ന ഒരാളുണ്ടാവുകയെന്നത് ഭാഗ്യമാണോ വീർപ്പുമുട്ടലാണോ എന്ന് തിരിച്ചറിയാൻ അവൾക്കപ്പോൾ സാധിച്ചില്ല. പക്ഷേ രാവിലത്തെ മിസ് കോളുകളും മെസ്സേജുകളും ഇതുവരെയുണ്ടായ ജീവിതത്തിൽ നിന്നും എന്തോ മാറ്റങ്ങൾ കൊണ്ടുവരുന്നു എന്നവൾക്ക് വ്യക്തമായി അറിയാമായിരുന്നു. അമ്മ വിളിച്ചു പറഞ്ഞതുകൊണ്ട് തന്നെ കാണാൻ ഹോസ്റ്റലിലേക്ക് വരാനൊരുങ്ങിയ ആൻറ്റിയെ താൻ വൈകുന്നേരം ഫ്ലാറ്റിലേക്ക് വരാമെന്ന് പറഞ്ഞ് അവൾ ഒരുവിധം കൺവിൻസ് ചെയ്തു. എടോ, ഞാൻ അങ്ങോട്ട് വന്നോട്ടെ? നീ ഇന്ന് രാവിലെയല്ലേ ഇവിടെ വന്നു പോയത്? ശരണിൻ്റെ വാട്സപ്പ് മെസ്സേജിന് എന്ത് മറുപടി നൽകണമെന്നറിയാതെ അവൾ കുഴങ്ങി. അതെന്താ, ഒരു ദിവസത്തിൽ 2 തവണ എനിക്ക് നിന്നെ കാണാൻ പാടില്ലേ? നീ ഇപ്പോൾ ഫ്രണ്ട്സിൻ്റെ കൂടെയല്ലേ? തൽക്കാലം അവിടെ ഇരിക്കേ. ഞാൻ രാത്രി ആൻറ്റിയുടെ വീട്ടിൽ പോവും. നാളെ കാണാം. നാളെ പുറത്തു വരുമോ? വരാം. ഇത്രയും കാലം ഞായറാഴ്ചകൾ അവൾക്ക് ഉച്ചവരെയുള്ള ഉറക്കവും സാക്ഷിയുടെ ക്ലീനിങ് ക്ലാസ്സുകളും വൈകുന്നേരത്തെ പാർക്ക് നടത്തവുമായി ഏറെക്കുറെ ശാന്തമായിരുന്നു. പെട്ടെന്നൊരു ദിവസം കൊണ്ട് അതെല്ലാം മാറിയിരിക്കുന്നു. ആ മാറ്റം സന്തോഷം തരുന്നുണ്ടെങ്കിൽ പോലും മറ്റെന്തൊക്കെയോ ഒപ്പം നഷ്ടമാകുന്ന പോലെ. ഓരോന്നാലോചിച്ച് ഫുട്പാത്തിലൂടെ ആൻറ്റിയുടെ ഫ്ലാറ്റിലേക്ക് നടന്നുകൊണ്ടിരുന്ന അവളെ ശാലു പുറകിൽ നിന്നും വിളിച്ചു. ചേച്ചി നിൽക്ക്, ഞാനും വരുന്നു. നീ എവിടെ പോയതാ? മെഡിക്കൽ ഷോപ്പ് വരെ. അച്ഛന് സുഖമില്ല, മരുന്ന് മേടിക്കാൻ. അവളുടെ സ്വരത്തിൽ കിതപ്പുണ്ടായിരുന്നു. അച്ഛൻ എന്തു പറ്റിയെന്ന സുഖവിവരങ്ങൾ അന്വേഷിക്കാൻ അവൾക്ക് തോന്നിയില്ല. മനസ്സിൽ തട്ടിയില്ലെങ്കിൽ പിന്നെ സുഖമാണോ എന്ന ചോദ്യത്തിൽ പോലും ഒരുപാട് സുഖമില്ലായ്മകളുണ്ട്. ചപ്പാത്തി ഉണ്ടാക്കുന്ന തിരക്കിലും 100 വട്ടമെങ്കിലും മരുന്നും ചൂടുവെള്ളവും കൊടുക്കാനും ആവി പിടിക്കാനുമായി ആൻറ്റി അങ്കിളിനടുത്തേക്ക് ഓടിക്കൊണ്ടിരുന്നു. ലോകത്തെ എല്ലാ സ്ത്രീകളും ഇങ്ങനെ തന്നെയാണോ? തന്നോട് എന്തൊക്കെ ചെയ്താലും എത്ര വേദനിപ്പിച്ചാലും അവരൊന്ന് കിടന്നു പോകുമ്പോൾ എങ്ങനെയാണ് അതൊക്കെ മറന്ന് ഉറക്കമില്ലാതെ അവരെ ശുശ്രൂഷിക്കാൻ കഴിയുന്നത്? സാധാവത്തേക്കാൾ അവൾക്ക് ആൻറ്റിയോട് ദേഷ്യമാണ് തോന്നിയത്. കുറച്ചൊക്കെ ധൈര്യവും നിലപാടുകളും ആൻറ്റി ജീവിതത്തിൽ കാണിച്ചിരുന്നെങ്കിൽ ശാലുവിനെങ്കിലും ഈ അവസ്ഥ വരില്ലായിരുന്നു.
ഒരു 5 മിനിറ്റ് പോലും സംസാരിക്കാതിരിക്കാൻ വയ്യാത്ത ആരെയാണ് ചേച്ചിക്ക് കിട്ടിയേ? പൊതുവെ ഫ്ലാറ്റിൽ വന്നാൽ ബാൽക്കണിയിൽ പോയി കാഴ്ചകൾ കണ്ടുകൊണ്ടിരുന്ന അതിഥി അന്ന് ഫോൺ താഴെ വയ്ക്കാതെ ശരണിന് മെസ്സേജ് ചെയ്തുകൊണ്ടിരുന്നത് കണ്ട ശാലു ചോദിച്ചു. ആരെ കിട്ടാൻ? ഇത് ഓഫീസിലൊരു കാര്യമാണ്. ആ, അത് മെസ്സേജ് വായിക്കുമ്പോഴുള്ള മുഖത്തെ ചിരി കണ്ടപ്പോഴേ മനസ്സിലായി. ഓഹോ, അങ്ങനെ പ്രത്യേക ചിരികളൊക്കെ ഉണ്ടോ? ഈ ബാൽക്കണിയിൽ നിന്ന് അപ്പുറത്തെ ഫ്ലാറ്റോട്ട് നോക്കുമ്പോഴുള്ള മാടത്തിൻ്റെ ചിരി പോലെയായിരുന്നോ ഇതും? അതിഥി പിടിക്കപ്പെടാൻ തയ്യാറായിരുന്നില്ല. ഓ, എന്തു പറഞ്ഞാലും ഇത് പറഞ്ഞെൻ്റെ വായ അടപ്പിച്ചോളുമല്ലോ. സാരമില്ല, ഞാൻ പിടിച്ചോളാം. ശാലു പരിഭവിച്ച് അകത്തേക്ക് പോയി. പിറ്റേന്ന് ശരണിൻ്റെ കൂടെ പുറത്തു പോകുന്ന കാര്യം പറഞ്ഞപ്പോൾ സാക്ഷി മുഖം വീർപ്പിച്ചു. ഒറ്റ ദിവസം കൊണ്ട് തന്നെ നിന്നെ ഇപ്പോൾ സംസാരിക്കാൻ പോലും കിട്ടുന്നില്ലെന്ന അവളുടെ പരാതിയും പിണക്കവുമൊക്കെ തീർത്ത് കിടന്നപ്പോഴേക്കും ഒരുപാട് വൈകി. രാവിലെ ശക്തിയായി കതകിനെ ആരോ തട്ടുന്നത് കേട്ട് സാക്ഷി ഡോർ തുറന്നു. റൂമിലേക്ക് ഇടിച്ചു കയറി കയ്യിലുണ്ടായിരുന്ന ട്രാവൽ ബാഗ് നിലത്തിട്ട് ദേവിക കട്ടിലിൽ കയറി അതിഥിയോട് ചേർന്ന് കിടന്നു. നീ എന്താ ട്രിപ്പ് പോയിട്ട് നേരത്തെ വന്നേ? തിങ്കളാഴ്ച രാവിലെ വരുമെന്നല്ലേ പറഞ്ഞത്? അതിഥി ഉറക്കച്ചടവോടെ എഴുന്നേറ്റിരുന്നു. തലവഴി പുതപ്പ് മുടി കമിഴ്ന്നു കിടന്ന ദേവിക അവരുടെ മാറി മാറിയുള്ള ചോദ്യങ്ങളിൽ കേട്ടില്ലെന്ന് നടിച്ചു. ദേവു, നീ വല്ലതും പറയുന്നുണ്ടോ? ഇല്ലെങ്കിൽ എനിക്ക് കിടന്ന് ഉറങ്ങണം. സാക്ഷിയുടെ ക്ഷമ നശിച്ചു. അവന് നല്ല സുഖമില്ലായിരുന്നു, അതുകൊണ്ട് വേഗം വന്നു. എനിക്കും വയ്യ, ഞാനും കിടക്കുവാണ്. മറിച്ചൊരു ചോദ്യത്തിന് ഇട നൽകാതെ ദേവിക ഉറക്കം നടിച്ചു. സമയം 50 കഴിഞ്ഞിരുന്നു. സാക്ഷി വീണ്ടും ഉറങ്ങാൻ കിടന്നപ്പോൾ അതിഥി ഫോണുമായി റൂമിന് പുറത്തിറങ്ങി. ദേവിക പറഞ്ഞത് മുഴുവൻ കള്ളമാണെന്ന് അവൾക്ക് നല്ല ബോധ്യമുണ്ടായിരുന്നു. ട്രിപ്പിന് പോകുന്നില്ല എന്ന് പറഞ്ഞിട്ട് ആരോടും പറയാതെ ഇറങ്ങിപ്പോയപ്പോഴേ തിരിച്ചു വരുന്നത് എന്തെങ്കിലും വള്ളി കൊണ്ടാകുമെന്ന് അവൾ അപ്പോഴേ കരുതിയതാണ്. എന്തായാലും ഉറക്കം കഴിഞ്ഞിട്ട് കാര്യം അന്വേഷിക്കാമെന്ന് അവൾ മനസ്സിൽ കരുതി. കുളിച്ച് റെഡിയായി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഹോസ്റ്റലിന് പുറത്ത് അവിടെ കാത്തുനിന്ന ശരണിനെ അവൾ ദൂരെ നിന്നും അല്പനേരം നോക്കി നിന്നു. ബൈക്കിൽ ചാരി നിന്ന് കണ്ണാടിയിൽ നോക്കി മുടിയും താടിയും ശരിയാക്കിക്കൊണ്ടിരിക്കുന്ന അവനെ കണ്ടപ്പോൾ അവൾക്ക് ചിരി വന്നു. ഇന്നലെ രാവിലെ ചായ കുടിക്കാൻ ഇറങ്ങിപ്പോകുമ്പോൾ ഹൃദയത്തിലുണ്ടായ അതേ കിതപ്പ് ഇപ്പോൾ അവനടുത്തേക്ക് നടക്കുമ്പോൾ അവൾക്ക് വീണ്ടും അനുഭവപ്പെട്ടു. ആദ്യമായി കാണുന്ന പോലെ എന്തു പറഞ്ഞ് സംസാരം തുടങ്ങുമെന്ന് അറിയാത്ത ഒരു അങ്കലാപ്പ്. ഒരേ സമയം ഒരുപോലെ പരിചയവും അപരിചിതവും തോന്നുന്ന ഒരാൾ. അല്പം പരുങ്ങലോടെ അവനടുത്തേക്ക് നടന്നു വന്ന അതിഥിയെ കണ്ട് അവൻ കൈവീശി. ആഹാ, സുന്ദരിയായിട്ടുണ്ടല്ലോ. ഈ കുർത്ത നിനക്ക് നല്ലോണം ചേരുന്നുണ്ട്. ഒരുപാട് നാളത്തെ പരിചയമുള്ള ഒരാളോടെന്ന പോലെയുള്ള ശരണിൻ്റെ സംസാരം കേട്ടപ്പോഴേ അവൾക്ക് പകുതി ആശ്വാസമായി. കൂടെയുള്ളവരെ കംഫർട്ടായി വയ്ക്കാൻ ഒരു പ്രത്യേക കഴിവുണ്ട് നിനക്ക്. ഹെൽമറ്റ് തമ്മിൽ മുട്ടാതെ അവനോട് അല്പം ചേർന്നിരുന്നു കൊണ്ട് അവൾ പറഞ്ഞു. അത് പിന്നെ വേണ്ടേ? കൂടെ നിൽക്കുന്ന ആൾക്കാർക്ക് മനസ്സ് തുറന്ന് സംസാരിക്കാൻ ഒരു സ്പേസ് നമ്മൾ കൊടുക്കുന്നില്ലെങ്കിൽ പിന്നെ ഒരുമിച്ച് ചിലവഴിക്കുന്ന നിമിഷങ്ങൾക്ക് എന്താണ് അർത്ഥമുള്ളത്? ശരീരം മാത്രം നമ്മുടെ മുന്നിൽ വെച്ച് മനസ്സ് മറ്റെവിടെയെങ്കിലുമൊക്കെ സമാധാനം തിരയും. നീ ഇത്ര നന്നായി സംസാരിക്കും എന്ന കാര്യം എനിക്കറിയില്ലായിരുന്നു. ഇത്ര നന്നായി എഴുതുന്ന ആൾക്കാരുടെ കൂടെയൊക്കെ പിടിച്ചു നിൽക്കാൻ സംസാരമെങ്കിലും വേണ്ടടോ. ഇതിനു മുൻപ് ഇവിടെ വന്നിട്ടുണ്ടോ? ലാൽബാഗ് ബൊട്ടാണിക്കൽ ഗാർഡനിലെ ടിക്കറ്റ് കൗണ്ടറിൽ വരി നിൽക്കുന്നതിനിടെ അവൻ ചോദിച്ചു. ഇല്ല. കാരണം ചോദിക്കരുത്, വന്നില്ല, അത്രയേ ഉള്ളൂ. സത്യം പറഞ്ഞാൽ എനിക്ക് ഈ പാർക്കും പച്ചപ്പും ഹരിതാഭയവും ഒന്നും വലിയ താല്പര്യമില്ലാത്ത കാര്യങ്ങളാണ്. പിന്നെ നിനക്ക് കുറച്ച് ബഹളമില്ലാത്ത സ്ഥലമാവോ ഇഷ്ടമെന്ന് കരുതി. അതുകൊണ്ടാണോ ഇവിടേക്ക് വന്നത്? എന്തേ, നിനക്ക് ഇഷ്ടമായില്ലേ? ചില മനുഷ്യരുടെ ഇമോഷൻസിലും ആക്ടിങ്ങിലുമൊക്കെ ഫീൽ ചെയ്യുന്ന ഒരു ആർട്ടിഫിഷ്യാലിറ്റി ഇല്ലേ? അതേ അവസ്ഥയിലേക്കാണ് ഇവിടെ ഈ ഗാർഡനെയും മാറ്റി വച്ചിരിക്കുന്നത്. അതിഥി, നിനക്കെന്താ ഈ മനുഷ്യന്മാരോടൊക്കെ സ്ഥായിയായ ഒരുതരം വെറുപ്പ്? വെട്ടിയൊതുക്കിയ ബുഷുകൾക്കു നടുവിൽ കല്ലുപാകിയ ചെറിയ വഴിയിലൂടെ മുന്നിൽ നടന്ന അതിഥിയെ ശരൺ പിടിച്ചു നിർത്തി. വാ, നമുക്ക് എവിടെയെങ്കിലും ഇരിക്കാം. അതിഥി ആളൊഴിഞ്ഞ ഒരിടത്തിനായി ചുറ്റും നോക്കി. ക്ലാസ് കട്ട് ചെയ്ത് പ്രണയിക്കാനിറങ്ങിയ കുട്ടികളാണ് അവിടെ മുഴുവൻ. മരച്ചോട്ടിലിരുന്ന് ഉമ്മ വെച്ചുകൊണ്ടിരുന്ന കപ്പിളിനെ നോക്കി ചിരിച്ചുകൊണ്ടിരുന്ന ശരണിനെ തുറച്ചു നോക്കി അവൾ മുന്നോട്ട് നടന്നു. എടോ പറ, നിനക്ക് ഈ മഹാദേവിനെ അല്ലാതെ വേറെ ആരെയും വിശ്വാസമില്ലേ? നിനക്ക് സുഹൃത്തുക്കൾ ആരുമില്ലേ? ഉണ്ടല്ലോ, ഒരുപാടുണ്ട്. പക്ഷേ ഈ ഹൃദയത്തിൻ്റെ സൂക്ഷിപ്പുകാരി എന്നൊക്കെ പറയാൻ ഒരേ ആളേ ഉള്ളൂ, ലയ. എൻ്റെ ഡിഗ്രി സമയത്ത് എനിക്ക് 3 സുഹൃത്തുക്കളുണ്ടായിരുന്നു. ഈ ബെസ്റ്റ് ഫ്രണ്ട്സ് എന്നൊക്കെ പറഞ്ഞ് സ്റ്റാറ്റസൊക്കെ ഇട്ട് കൊട്ടി ആഘോഷിച്ച് കൊണ്ടു നടക്കുന്ന ഒരു സൗഹൃദം. പെട്ടെന്നൊരു വൈകുന്നേരം അവർ 3 പേരും എനിക്ക് ആരുമല്ലാതായി. ഞാൻ എത്ര പറഞ്ഞിട്ടും എന്നെ കേൾക്കാൻ അവർ തയ്യാറായില്ല. 19 വയസ്സുള്ള ഒരു പെൺകുട്ടി തൻ്റെ സുഹൃത്തുക്കൾക്ക് പിറകെ കരഞ്ഞുകൊണ്ട് തന്നെ കേൾക്കാൻ അപേക്ഷിക്കുന്ന ഒരു സിറ്റുവേഷൻ നീ ഒന്ന് ഓർത്ത് നോക്കൂ. എന്നിട്ട് ഞങ്ങൾക്ക് നിന്നെ വിശ്വാസമില്ലെന്ന ഒറ്റവാക്കിൽ അവളെ തള്ളിക്കളയുന്നതും വർഷങ്ങൾക്കിപ്പുറം സത്യം മനസ്സിലാക്കി അവർ മാപ്പ് പറഞ്ഞ് ഇടയ്ക്കൊക്കെ സംസാരിക്കുമെങ്കിലും ഞാനിപ്പോഴും എൻ്റെ ചില രാത്രികളിൽ ആ വൈകുന്നേരം സ്വപ്നം കണ്ട് ഞെട്ടി ഉണരാറുണ്ടെന്ന് പറഞ്ഞാൽ നീ വിശ്വസിക്കുമോ? എടോ സോറി, ഞാൻ ചോദിക്കാൻ പാടില്ലായിരുന്നു. അതിഥിയുടെ മുഖം വല്ലാതായപ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ അല്പം പരിങ്ങലോടെ അവൻ അവളെ ചേർത്ത് പിടിച്ചു. ഇതാ ഞാൻ പറഞ്ഞേ, എന്നെക്കുറിച്ച് അധികം ചോദിക്കണ്ട, അറിയണ്ട എന്ന്. എനിക്ക് പറയാൻ ഇതുപോലെ കുറേ സങ്കടങ്ങളെ ഉണ്ടാവൂ. വാ, നമുക്ക് ഐസ്ക്രീം വാങ്ങാം. അവൾ അവൻ്റെ കൈ വിടുവിച്ച് അടുത്തുണ്ടായിട്ട് കടയിലേക്ക് വേഗത്തിൽ നടന്നു.
ഒരു ബട്ടർ സ്കോച്ച്. നിനക്കെന്താ വേണ്ടേ? അവൾ ചോദിക്കുന്ന മുൻപേ അവൻ 2 ബട്ടർ സ്കോച്ച് കയ്യിലെടുത്ത് കഴിഞ്ഞിരുന്നു. നിനക്ക് എങ്ങനെ അറിയാം എനിക്കിത് ഇഷ്ടമെന്ന്? ഒരു ദിവസം കൊണ്ട് 100 പേജുള്ള ഡയറി വായിച്ച് തീർത്ത പരിചയമുണ്ടല്ലോ. അവൻ അവളെ നോക്കി കണ്ണിറുക്കി. ഓഹോ, എനിക്കിപ്പോഴും ആ ദേഷ്യം മാറിയിട്ടില്ല. നീ എന്നെ അത് ഓർമ്മിപ്പിക്കാതിരിക്കാതെ ഇരിക്കുന്നതാവും നിനക്ക് നല്ലത്, അവൾ അല്പം കരപ്പിച്ച് പറഞ്ഞു. എടോ, അപ്പോൾ ലയയെ എവിടുന്ന് കിട്ടി? ലയയെ പറ്റിയും ഡയറിയിൽ വായിച്ചു കാണുമല്ലോ. വായിച്ചു, പക്ഷേ എവിടുന്ന് കിട്ടിയെന്നതിൻ്റെ ഉത്തരം കിട്ടിയില്ല. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അവർ 3 പേർ. ഞാൻ വിചാരിച്ചതിനേക്കാളേറെ എന്നെ മാറ്റി. ചിരിക്കാൻ പോലും മറന്നുപോയ കോളേജ് ജീവിതത്തിനിടയ്ക്കാണ് ട്രാൻസ്ഫറായി എൻ്റെ ക്ലാസ്സിലേക്ക് ലയ വരുന്നത്. എനിക്ക് ആരെയും വിശ്വാസമില്ല എന്ന ഡയലോഗൊക്കെ ഞാൻ അവളോട് പറഞ്ഞിട്ടുണ്ട്. അന്നതിന് അവൾ തിരിച്ച് സെൻറ്റി ഡയലോഗൊന്നും പറഞ്ഞില്ല. പക്ഷേ കൂടെയുണ്ടാവും എന്ന് വാക്കു തരാതെ കൂടെ നിൽക്കുന്നുണ്ട്. ഞാൻ അവൾക്ക് ഒരു നല്ല സുഹൃത്താണോ എന്നെനിക്കറിയില്ല. പക്ഷേ അവളില്ലാത്ത ഒരു ജീവിതത്തെക്കുറിച്ച് എനിക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല. അപ്പോൾ ഞാനും വാക്കു പറയാതെ ജീവിച്ചു കാണിച്ചു തന്നാൽ മതിയോ? ശരൺ അവളെ തടഞ്ഞു നിർത്തിക്കൊണ്ട് ചോദിച്ചു. നീ പറ്റാവുന്ന സ്ഥലത്തെല്ലാം കയറി ഗോൾ അടിക്കുന്നുണ്ടല്ലോ. നീ ഒന്നും കാണിക്കണ്ട. അവൾ അവനെ തള്ളി മാറ്റി മുന്നോട്ട് നടന്നു. തിരിച്ചു പോകുമ്പോൾ ട്രാഫിക്കിൽ വണ്ടി നിർത്തിയിട്ട് ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് അവൻ ഇറങ്ങിപ്പോയി. സിഗ്നൽ വീണാൽ പിറകെയുള്ള വണ്ടിക്കാരുടെ മുഴുവൻ തെറി കേൾക്കുന്നതും ആലോചിച്ച് വിഷമിച്ചു നിന്ന അവൾക്കരികിലേക്ക് കയ്യിൽ ഓർക്കിഡ് പൂക്കളുമായി ഓടി വന്ന അവനെ കണ്ടപ്പോൾ അവൾക്ക് ചിരി വന്നു. നിനക്കെന്താ വട്ടാണോ? സിഗ്നൽ വല്ലതും വീണിരുന്നാൽ ഈ പിറകിലുള്ളവരുടെ തെറി മുഴുവൻ ഞാൻ കേട്ടേനെ, അവൾ അവൻ്റെ കയ്യിൽ നുള്ളിക്കൊണ്ട് പറഞ്ഞു. ഞാൻ വരുമ്പോൾ വാങ്ങണമെന്ന് കരുതിയതാ, പക്ഷേ അവിടെ ഓർക്കിഡ് ഉണ്ടായില്ല. അതെന്താ, നീ പെൺകുട്ടികൾക്ക് ഓർക്കിഡ് മാത്രമേ വാങ്ങിക്കൊടുക്കൂ? അല്ലെങ്കിലും ഇനിയിപ്പോൾ കാണാൻ വരുമ്പോഴും നീ ഈ പൂവും വാങ്ങിയാണോ വരാൻ പോകുന്നത്? സ്നേഹിക്കുന്ന പെണ്ണിന് ഒരു പൂവെങ്കിലും വാങ്ങിക്കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ പിന്നെ എന്ത് കാമുകനാടോ? എപ്പോഴും വാങ്ങുമോ എന്ന് എനിക്കറിയില്ല, പക്ഷേ എനിക്ക് പറ്റുന്ന കാലത്തോളം വാങ്ങും. പിന്നെ ഞാൻ ജീവിതത്തിൽ ആദ്യമായി ഓർക്കിഡ് വാങ്ങിയത് അന്ന് വൈകുന്നേരം നിനക്ക് വേണ്ടിയാണ്. ജീവിതത്തിലെ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള മൊമെൻറ്റ്സിൽ സന്തോഷത്തിൻ്റെ സ്നേഹത്തിൻ്റെ പ്രതീകമായാണ് ഓർക്കിഡിനെ കാണുന്നത്. എനിക്കിതെല്ലാം എൻ്റെ ജീവിതത്തിലെ ഏറ്റവും സ്പെഷ്യൽ മൊമെൻറ്റ്സ് ആണ്. അതിനെന്ത് മറുപടി പറയണമെന്നറിയാതെ ചിരിക്കുന്ന തൻ്റെ മുഖം കണ്ണാടിയിലൂടെ അവൻ കാണേണ്ടെന്ന് കരുതി അവൾ അല്പം മാറിയിരുന്നു. നീ എന്താ വിളിച്ചിട്ട് ഫോൺ എടുക്കാത്തത്? റൂമിൽ വന്ന് കയറിയ ഉടനെ സാക്ഷി അല്പം ദേഷ്യത്തോടെ ചോദിച്ചു. ഞാൻ കണ്ടില്ല, ഫോൺ ബാഗിലായിരുന്നു. എന്തു പറ്റി? ഒന്നും പറയണ്ട. ആ ദേവു ഉറക്കമുണർന്നപ്പോൾ മുതൽ കരച്ചിലാണ്. ഞാനും അശ്വിനിയും മാറി മാറി ചോദിച്ചിട്ടും അവൾ ഒന്നും പറഞ്ഞില്ല. ഞാൻ ഒരുപാട് നേരം പോയി വിളിച്ചു. ഇപ്പോൾ റൂമിൽ നിന്ന് പുറത്തും ഇറങ്ങുന്നില്ല. നീ ഒന്ന് പോയി സംസാരിക്കേ. ദേവു, വാതിൽ തുറക്ക്, അതിഥിയാണ്. വീണ്ടും കഥയിൽ കൊട്ടാൻ തുടങ്ങും മുമ്പേ ദേവിക വാതിൽ തുറന്നു. അവളുടെ കരഞ്ഞു കലങ്ങിയ കണ്ണും മുഖത്തെ വാട്ടവും കണ്ടപ്പോഴേ ശകാരിച്ച് സംസാരിക്കേണ്ടെന്ന് അവൾക്ക് തോന്നി. എന്താ ദേവു എന്ന ഒറ്റ ചോദ്യത്തിൽ തന്നെ അവൾ നിയന്ത്രണം വിട്ട് അതിഥിയെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. നിങ്ങൾ തമ്മിൽ ഫിസിക്കൽ റിലേഷൻ ഉണ്ടായല്ലേ? അതിഥി അവളെ പിടിച്ച് കട്ടിലിൽ ഇരുത്തി. വേണ്ട എന്ന് ഞാൻ പറഞ്ഞത് ചേച്ചി. പിന്നെ അത്രയും ദൂരെ പോയിട്ട് അവൻ അത്ര ആഗ്രഹിച്ചിട്ട് പിന്നെ ഞാൻ നോ പറഞ്ഞാൽ അവന് വിഷമമാവും. ഇനി ഇതിൻ്റെ പേരിൽ ഒരു വഴക്ക് വേണ്ട എന്ന് കരുതി. നീ പ്രിപ്പയർഡ് അല്ല എന്ന് പറയാമായിരുന്നില്ലേ? അതിനിപ്പോൾ എന്താ പ്രസക്തി? ഇപ്പോൾ എനിക്ക് മാത്രമല്ലേ വിഷമമുള്ളൂ, ബാക്കിയെല്ലാം ഓക്കെ അല്ലേ? ദേവിക വീണ്ടും പൊട്ടിക്കരയാൻ ഒരുങ്ങുന്നത് കണ്ട് അതിഥി അവളെ ചേർത്ത് പിടിച്ചു. ദേവു, നീ ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം. നിൻ്റെ ഇഷ്ടത്തിന് ഇവിടെ മറ്റെന്തിനേക്കാൾ ഇമ്പോർട്ടൻസ് ഉണ്ട്. നീ ഓക്കെ അല്ലാതെ ഇഷ്ടമില്ലാതെ മറ്റാർക്കു വേണ്ടിയും നീ ഒന്നും ചെയ്യേണ്ട കാര്യമുണ്ടായിരുന്നില്ല. അതിപ്പോൾ അവൻ നിന്നെ ഇതിന് അമേരിക്ക വരെ വിളിച്ചുകൊണ്ട് പോയാലും നിന്നെ ഇമോഷണലി മാനിപ്പുലേറ്റ് ചെയ്തല്ല നിങ്ങൾക്കിടയിൽ സെക്സ് സംഭവിക്കേണ്ടത്. എന്തായാലും ഞങ്ങൾ മാരേജ് ചെയ്യാൻ പോകുന്നവരല്ലേ, അപ്പോൾ പിന്നെ ഇതിൽ പ്രശ്നമില്ലല്ലോ. അടിപൊളി. ഇതും അവൻ പറഞ്ഞതെന്തായിരിക്കും അല്ലേ? അത്രയും നേരം ക്ഷമിച്ചു നിന്ന അതിഥിക്ക് ദേഷ്യം വന്നു. നീ പ്രായപൂർത്തിയായ കുട്ടിയാണ്. സെക്സ് ഒരിക്കലും തെറ്റല്ല. പക്ഷേ അത് കഴിഞ്ഞു വന്ന് നീ ഇവിടെ വന്ന് കരയുന്നതിൻ്റെ അർത്ഥം നിനക്കിപ്പോൾ അത് വേണ്ടായിരുന്നു. നീ അതിന് റെഡിയല്ലായിരുന്നു എന്നാണ്. കഴിഞ്ഞത് കഴിഞ്ഞു. ഇനിയെങ്കിലും നോ പറയണമെന്ന് തോന്നുമ്പോൾ അത് പറയാൻ പഠിക്കേ. ഈ റിലേഷൻഷിപ്പിൽ നീ എത്രമാത്രം കംഫർട്ടാണെന്ന് ഒന്നുകൂടെ ആലോചിച്ച് നോക്കൂ. എല്ലാത്തിലും ഉപരി ഇത് നിൻ്റെ ജീവിതമാണ്. എല്ലാ കാലത്തും ഒരാളെ അനുസരിച്ചുകൊണ്ട് മാത്രം ജീവിക്കണോ വേണ്ടയോ എന്ന് നീ തീരുമാനിക്കേ. ഒന്നും മിണ്ടാതെ തല കുനിച്ചിരുന്ന ദേവികയുടെ മുഖം പിടിച്ചുയർത്തിക്കൊണ്ട് അതിഥി പറഞ്ഞു. ദേവികയെ പറഞ്ഞ് സമാധാനിപ്പിച്ച് അവൾ ഇറങ്ങിയ ശേഷമാണ് അതിഥി റൂമിലെത്തിയത്. അടുത്തയാഴ്ച അശ്വിനിയുടെ കല്യാണത്തിന് പോകാൻ സാക്ഷിയെടുത്ത സാരിയുടെ ഭംഗി നോക്കലെല്ലാം കഴിഞ്ഞ് കിടന്നപ്പോഴേക്കും ഒരുപാട് വൈകി. പിറ്റേന്ന് പുലർച്ചെ കണ്ണു തുറന്നത് മേശ മുകളിൽ വെച്ച ഓർക്കിഡ് പൂക്കളിലേക്കാണ്. അവൻ പറഞ്ഞതിനും കാര്യമുണ്ട്. ഓർക്കിഡിന് സന്തോഷത്തിൻ്റെ നിറമാണ്. കാരണം പോലും അറിയാതെ രാവിലെ മുഖത്ത് പടരുന്ന ഈ ചിരി അതിൻ്റേതാവാം. അതോ ആ ഓർക്കിഡ് പൂക്കൾ കൈമാറുമ്പോൾ അറിഞ്ഞോ അറിയാതെയോ തൻ്റെ കൈകളിലേക്ക് പടരുന്ന അവൻ്റെ വിരലുകളിലാണോ ആ സന്തോഷം ഇരിക്കുന്നത്? ഇപ്പോൾ പോയാൽ ഇന്ന് നിനക്ക് സമയത്ത് ഓഫീസിൽ കയറാം. ഓരോന്നാലോചിച്ച് ബെഡിൽ ചിരിച്ചിരിക്കുന്ന അതിഥിയുടെ തലയ്ക്ക് കൊട്ടി സാക്ഷി അവസാന ശാസന എന്നോണം പറഞ്ഞു. ഓഫീസിലേക്ക് തിരക്കിട്ട് നടക്കുന്നതിനിടയിൽ തന്നെ കണ്ടിട്ടും ഒരു ചിരി പോലും നൽകാതെ കടന്നുപോയ ശരണിനെ കണ്ട് അന്താളിച്ചു നിന്ന അതിഥിക്ക് അപ്പോൾ തന്നെ അവൻ്റെ കാൾ വന്നു.
എന്തേ, ദേഷ്യം വരുന്നുണ്ടോ? അവൻ അല്പം കുസൃതി ഒളിപ്പിച്ച് ചോദിച്ചു. എനിക്കെന്തിന് ദേഷ്യം വരാനാ? ചായക്കടയിൽ മാറി നിന്ന് അവളെ നോക്കിക്കൊണ്ടിരുന്ന അവനെ ശ്രദ്ധിക്കുന്നില്ലെന്ന് നടിച്ച് അവൾ മുന്നോട്ട് നടന്നു. നിനക്കൊരു കാര്യം അറിയോ? എനിക്കിപ്പോൾ ഓടി വന്ന് നിന്നെ മുറുകെ കെട്ടിപ്പിടിക്കണം എന്നുണ്ട്. പക്ഷേ വേണ്ട, ഇപ്പോൾ തന്നെ എല്ലാ സമയത്തും നീ എൻ്റെ കൂടെയാണെന്ന പരാതിയാണ് എല്ലാവർക്കും. ഓഫീസിലും കൂടെ വന്ന് ഞാൻ അത് വീണ്ടും കൂട്ടുന്നില്ല. നമുക്ക് വൈകിട്ട് കാണാം, ഞാൻ ഹോസ്റ്റലിൽ കൊണ്ടാക്കാം. അവൻ മിണ്ടാതെ പോയതിൽ ചെറിയ പരിഭവം ഉണ്ടെങ്കിലും പറഞ്ഞതിൽ കാര്യമുണ്ടെന്ന് തോന്നി. വൈകിട്ട് കാണാമെന്ന് ഉറപ്പു നൽകി അവൾ ഫോൺ കട്ട് ചെയ്തു. നീ എന്താ നിലാവത്ത് അഴിച്ചുവിട്ട കോഴിയെ പോലെ നടക്കുന്നത്? ലിഫ്റ്റിൽ നിന്നിറങ്ങി ചിരിച്ചുകൊണ്ട് ഡെസ്കിലേക്ക് നടന്ന അവളെ ആദി പിടിച്ചു നിർത്തി. ഇത്ര കൃത്യമായി പറയാൻ നിലാവത്ത് നീ എത്ര കോഴികളെ അഴിച്ചുവിട്ടിട്ടുണ്ട്? ഓ, നമ്മൾ കോഴികളെ ഒന്നും അഴിച്ചുവിട്ടിട്ടില്ല. പക്ഷേ നിന്റെ കുറച്ചു നാളായുള്ള മാറ്റം ഞാൻ ശ്രദ്ധിക്കുന്നില്ല എന്നൊന്നും കരുതണ്ട. എന്തു മാറ്റം? ശരണിൻ്റെ കാര്യം ആദിയോട് പറയണോ വേണ്ടയോ എന്ന കാര്യത്തിൽ ഒരു തീരുമാനത്തിലെത്താൻ കഴിയാത്തതിനാൽ അവൾ ഒന്നുമില്ലെന്ന പോലെ വിഷയം മാറ്റാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. എടി, ഞാൻ നാളെ നാട്ടിൽ പോകും. ചേച്ചിയുടെ ആ കല്യാണം ഏകദേശം നടക്കുന്ന മട്ടാണ്. ഞാനും കൂടെ വന്നിട്ട് തീരുമാനിക്കാമെന്നാണ് അവർ പറയുന്നത്. ലോണിൻ്റെ കാര്യമൊക്കെ ശരിയാക്കണം. അപ്പോൾ നിൻ്റെ സിനിമ? എന്ത് സിനിമ? ഞാൻ ഇവിടെയൊക്കെ കാണും. ഞാൻ ഒരാഴ്ച പോയാൽ നീ എന്നെ മിസ് ചെയ്യല്ലോ എന്ന് ആലോചിക്കുമ്പോൾ ഒരു വിഷമം. അയ്യടാ, മിസ് ചെയ്യാൻ പറ്റിയൊരു മുതൽ. എനിക്ക് ഒരാഴ്ച നല്ല സമാധാനം കിട്ടും, അത്ര തന്നെ. അതേടി, നീ ഇങ്ങനെ തന്നെ പറയുമെന്ന് എനിക്കറിയാം. ഞാൻ നാട്ടിൽ പോയിട്ട് ആദ്യം എന്നാ വരുന്നേ എന്ന് പറഞ്ഞ് മെസ്സേജ് അയക്കാൻ വരരുത് കേട്ടോ. അവളുടെ തലയ്ക്ക് ചെറുതായി ഒരു തട്ട് കൊടുത്ത് അവൻ ദേഷ്യത്തിൽ തിരിഞ്ഞു നടന്നു. അവനില്ലാതെ ഇവിടേക്ക് കയറി വരുന്നത് പോലും തനിക്ക് ഓർക്കാൻ വയ്യെന്ന കാര്യം അവൾക്ക് നന്നായി അറിയാം. പക്ഷേ അതൊരിക്കലും അവന് സമ്മതിച്ചു കൊടുക്കാൻ തോന്നിയിട്ടില്ല. ലഞ്ചിന് ഗീതി ചേച്ചിയെ വിളിക്കാൻ പോയപ്പോൾ ശക്തി അവർ ഫോണിൽ ആരോട് ദേഷ്യപ്പെടുന്നത് കണ്ട് വേഗം തിരിച്ചു വന്നു. കുറച്ചു കഴിഞ്ഞ് ലഞ്ച് ബോക്സുമായി അടുത്തു വന്ന ചേച്ചിയോട് കാര്യം അന്വേഷിക്കാൻ ആർക്കും വലിയ ധൈര്യമുണ്ടായില്ല. ഭക്ഷണം കഴിച്ചു പോകാൻ നേരം നീ നൈസായി കാര്യം ചോദിക്കേ. നീയാകുമ്പോൾ ഇങ്ങനത്തെ സാഹചര്യമൊക്കെ നന്നായി കൈകാര്യം ചെയ്യുമെന്ന ഒറ്റ വാക്കിൽ ആ ഉത്തരവാദിത്തം മുഴുവൻ അതിഥിയുടെ തലക്കിട്ട് ആദിയും ശക്തിയും കൈയൊഴിഞ്ഞു. ചേച്ചി, എല്ലാം ശരിയാവും, വെറുതെ വിഷമിച്ചിട്ട് കാര്യമില്ലല്ലോ. കുറച്ച് ദിവസത്തെ അടുപ്പം മാത്രമുള്ള ചേച്ചിയോട് പ്രശ്നം എന്താണെന്ന് ചോദിക്കാനുള്ള മടിയോടെ അതിഥി പറഞ്ഞു. എന്ത് ശരിയാവാൻ? ഒന്നും ശരിയാവില്ല. ഞാനൊരു കുട്ടിയെയും ഉണ്ടാക്കി വീട്ടിലിരുന്നാൽ എല്ലാവർക്കും സന്തോഷമാവും. അതിനിപ്പോൾ എനിക്ക് മനസ്സില്ല. കല്യാണം കഴിഞ്ഞ് 1.5 വർഷം കഴിഞ്ഞിട്ടും കുട്ടികളുണ്ടാവാത്തതിൻ്റെ പേരിൽ വീട്ടിൽ നിന്ന് ഉണ്ടാവാനിടയുള്ള ചോദ്യങ്ങൾ കേട്ട് സഹികെട്ടതാണ് ഈ ദേഷ്യത്തിനുള്ള കാരണമെന്ന് അവൾക്ക് പെട്ടെന്ന് മനസ്സിലായി. അതിഥി, നിനക്കറിയോ, ചേട്ടനിപ്പോൾ ഒരു ജോലി പോലില്ല. ഉണ്ടായ ജോലിയിൽ ഒരു സമാധാനമില്ലാതെ വന്നപ്പോൾ ഞാൻ തന്നെയാണ് പറഞ്ഞത് റിസൈൻ ചെയ്ത് ഗവൺമെൻറ് ജോലിക്ക് വല്ലതും ശ്രമിക്കാൻ. അതുവരെ വീട്ടിലെ കാര്യങ്ങളെല്ലാം ഞാൻ നടത്താമെന്ന്. എൻ്റെ കല്യാണം നടത്താൻ വേണ്ടി വീട് പുതുക്കി പണിതതിൻ്റെയും സ്വർണ്ണമെടുത്തതിൻ്റെയും ലോൺ അടയ്ക്കുന്നത് ഞാനാണ്. ഈ ചെറിയ ശമ്പളത്തിൽ ഞാൻ ഇതെല്ലാം കൂടി എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നതെന്ന് ആരും അന്വേഷിച്ചിട്ടില്ല. ഇപ്പോൾ ഒരു കുട്ടി വേണ്ടെന്ന് ഞങ്ങൾ രണ്ടുപേരും ഒരുപോലെ എടുത്ത തീരുമാനമാണ്. പക്ഷേ ആർക്കാണ് പ്രശ്നമെന്ന ചോദ്യങ്ങളും കുത്തുവാക്കുകളും എല്ലാം എനിക്ക് മാത്രം. കുട്ടിയെ ഉണ്ടാക്കിക്കഴിഞ്ഞ് കയ്യിൽ കൊടുത്താൽ ഈ പറയുന്ന വീട്ടുകാർ നോക്കില്ലല്ലോ. അതിനെ മര്യാദയ്ക്ക് വളർത്താൻ ഞങ്ങൾ തന്നെ സമ്പാദിക്കണ്ടേ? സത്യം പറഞ്ഞാൽ നമ്മുടെയെല്ലാം ഈ ഗതികെട്ട അവസ്ഥയ്ക്ക് കാരണം സ്വന്തം വീട്ടുകാർ തന്നെയാണ്. ഇപ്പോൾ കല്യാണം വേണ്ടെന്ന് പറഞ്ഞ് എന്നെ നിർബന്ധിച്ച് ലോൺ എടുപ്പിച്ച് കല്യാണം കഴിപ്പിച്ചു. എന്നിട്ട് എന്തോ ഭാരം ഇറക്കി വെച്ച പോലെ ഒരു സംസാരവും. അതിൻ്റെ ബാധ്യത ഒഴിയുന്നതിന് മുൻപേ, അവർക്ക് കണ്ണടയുന്നതിന് മുൻപേ പേരക്കുട്ടിയെ കാണണമത്രേ. ഞാൻ പറഞ്ഞാൽ കൂടിപ്പോകും. എത്രയെന്ന് വെച്ചിട്ടാ ഈ സഹിക്കുന്നത്? അവരെന്താണ് നമ്മളെ ഒരല്പം പോലും മനസ്സിലാക്കാൻ ശ്രമിക്കാത്തത്? ദേഷ്യമെല്ലാം പറഞ്ഞു തീർത്തപ്പോൾ ഇനി ഏത് നിമിഷവും പൊട്ടിക്കരയുമെന്നുറപ്പുള്ള ചേച്ചിയെ അവൾ ചേർത്ത് പിടിച്ചു. എന്താടോ, നിനക്ക് വയ്യേ? വലിയ സംസാരമൊന്നുമില്ലാതെ ബൈക്കിന് പിറകിൽ അവൻ്റെ തോളിൽ തലച്ചായ്ച്ച് കിടന്ന അതിഥിയെ തിരിഞ്ഞു നോക്കി ശരൺ ചോദിച്ചു. ഒന്നുമില്ല, ഞാൻ ഗീതി ചേച്ചിയെക്കുറിച്ച് ആലോചിച്ചതാ. ചേച്ചി പറഞ്ഞതിലും കാര്യമുണ്ട്. പലപ്പോഴും നമുക്കൊക്കെ ജീവിതത്തിൽ വലിയ മുറിവുകൾ സമ്മാനിക്കുന്നത് ഏറ്റവും പ്രിയപ്പെട്ടവർ തന്നെയാണ്. ഞാനും നിന്നെ വേദനിപ്പിക്കുമെന്ന് കരുതുന്നുണ്ടോ? ഇല്ല എന്ന് പറഞ്ഞാൽ കള്ളമാകും. പക്ഷേ അങ്ങനെ വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം. വിശ്വാസത്തിൽ ഒരുപാട് തവണ പോർലേറ്റ് അവളോട് വീണ്ടും അതിനെക്കുറിച്ച് വാദിച്ചിട്ട് കാര്യമില്ലെന്ന് നന്നായി അറിയാവുന്നതുകൊണ്ട് അവൻ അതിന് മറുപടി പറഞ്ഞില്ല. എടോ, ഞാൻ നിനക്കിന്ന് ഡിന്നർ ഉണ്ടാക്കി തരട്ടെ? എൻ്റെ ഫ്ലാറ്റിൽ ആരുമില്ല. 10 മണിക്ക് മുൻപേ തിരിച്ചു കൊണ്ടുവിടാം. എന്ത് പറയുന്നു? പ്ലാനൊക്കെ കൊള്ളാം. പക്ഷേ ഫ്ലാറ്റിലെത്തി അവസാനം ഞാൻ കിച്ചണിൽ കയറുമെന്ന് പ്രതീക്ഷിക്കേണ്ട. പിന്നെ സ്വിഗ്ഗിയിൽ നിന്ന് ഓർഡർ ചെയ്യാമെന്ന പ്രതീക്ഷയും വേണ്ട. വാക്ക് പറഞ്ഞാൽ വാക്കാണ്. നീ തന്നെ ഉണ്ടാക്കണം. ഈ കാര്യത്തിലെങ്കിലും എന്നെ ഒന്ന് വിശ്വസിക്കടോ. എല്ലാത്തിലും ചോദ്യങ്ങളും സംശയങ്ങളും ഉള്ളത് നല്ലതാണ്. പക്ഷേ ഇടയ്ക്കൊക്കെ വരുന്നിടത്ത് വെച്ച് കാണാം എന്നൊന്ന് ചിന്തിച്ചാൽ എന്താ? അവൻ്റെ ശബ്ദത്തിൽ അല്പം വിഷമം തോന്നിയതുകൊണ്ടാകാം മനസ്സിൽ കയറി വന്ന ബാക്കി ചോദ്യങ്ങളെ അവൾ തൽക്കാലം പിടിച്ചിരുത്തി. അപ്പാർട്ട്മെൻറ്റിൻ്റെ ഗേറ്റ് തുറന്നു കൊടുത്തപ്പോൾ സംശയത്തോടെ തന്നെ തുറച്ചു നോക്കിയ സെക്യൂരിറ്റിയെ കണ്ടപ്പോൾ അവൾക്ക് ചിരി വന്നു. നാടും നഗരവുമൊക്കെ മാറിയാലും സദാചാരത്തിന് എല്ലായിടത്തും എന്നും ഒരേ ഭാവമാണ്. നിങ്ങളുടെ ഫ്ലാറ്റിൽ പെൺകുട്ടികളാരും വരാറില്ലേ? 3-ാം നിലയിലേക്കുള്ള ലിഫ്റ്റ് കാത്തു നിൽക്കുന്നതിനിടെ അവൾ ചോദിച്ചു. പിന്നെ ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാം സ്ഥിരമായി ഇവിടെ തന്നെയാണ് കൂടുന്നത്. എന്താ, പേടിയുണ്ടോ? എനിക്കെന്തിനാ പേടി? ഞാൻ ആ സെക്യൂരിറ്റിയുടെ നോട്ടം കണ്ടിട്ട് ചോദിച്ചതാ. അതല്ല, ലിഫ്റ്റിൽ കയറാൻ പേടിയുണ്ടോയെന്ന്. എന്തിന്?
നീ ഈ സിനിമകളിലൊക്കെ കണ്ടിട്ടില്ലേ, ആരുമില്ലാത്ത ലിഫ്റ്റിൽ കയറുമ്പോൾ ഈ കാമുകൻ നൈസായിട്ട് ഒരു കിസ്സൊക്കെ കൊടുക്കുന്നത്? എന്നാ റൊമാൻറ്റിക് പരിപാടിയല്ലേ? അയ്യടാ, എനിക്കത്ര റൊമാൻറ്റിക്കായി തോന്നിയില്ല. അത് ചിലപ്പോൾ സിനിമയിൽ കണ്ടുകൊണ്ടാവും. റിയൽ ലൈഫിൽ ചിലപ്പോൾ ഇഷ്ടാവാൻ ചാൻസ് ഉണ്ട്. അവനെ രൂക്ഷമായി തുറച്ചു നോക്കി ലിഫ്റ്റിൻ്റെ മൂലയിൽ പരിഭ്രമിച്ചു നിന്ന അവളെ കണ്ടപ്പോൾ അവന് ചിരി വന്നു. ഇത് കണ്ടിട്ട് ഒരു ബാച്ചിലർ ഫ്ലാറ്റിൻ്റെ ലുക്കൊന്നുമില്ലല്ലോ. ഫ്ലാറ്റ് മുഴുവൻ ഒരു മിന്നൽ വിസ്റ്റ് നടത്തിയ ശേഷം കിച്ചണിൽ കാര്യമായി പണിയെടുത്തുകൊണ്ടിരുന്ന അവൻ കേൾക്കാനായി അവൾ അല്പം ഉച്ചത്തിൽ വിളിച്ചു ചോദിച്ചു. എനിക്ക് സാക്ഷിയെപ്പോലെ ചെറിയ വൃത്തിയുടെ അസുഖമുണ്ടെന്ന് കൂട്ടിക്കോ. ഇവനെ കെട്ടേണ്ടി വന്നാൽ തൻ്റെ കാര്യത്തിൽ ഏകദേശം തീരുമാനമായെന്ന് അതിഥിക്ക് അതോടെ മനസ്സിലായി. എടോ, ചുമ്മാ നടക്കുവാണെങ്കിൽ എന്തെങ്കിലും ചെറുതായി സഹായിക്കാം കേട്ടോ. ഇപ്പോൾ അങ്ങനെയായോ? നീയല്ലേ പറഞ്ഞേ എല്ലാം ചെയ്തോളാമെന്ന്. അവൾ അവിടെ ഉണ്ടായ പാത്രങ്ങൾ നീക്കിവെച്ച് അവനെടുത്തായി തിണ്ണയിൽ കയറിയിരുന്നു. എന്താണ് ഇന്നത്തെ ഡിന്നർ മെനു? ഇറ്റാലിയൻ പാസ്ത പിടിച്ചാലോ? ആഹാ, അതൊക്കെ ഉണ്ടാക്കാറിയോ? നീ വെയിറ്റ് ചെയ്യേ, എന്നെക്കുറിച്ച് നീ ഇനി എന്തൊക്കെ അറിയാൻ കിടക്കുന്നു. ഒരേ സമയം ഓടി നടന്ന് ഒരുപാട് പണി എടുത്തുകൊണ്ടിരുന്ന അവനെ കണ്ടപ്പോൾ എന്തായാലും വീട്ടിൽ അമ്മയില്ലാത്തപ്പോൾ മാത്രം അടുക്കളയിൽ കയറി ഞാൻ ചായയും ഓംലെറ്റും ഉണ്ടാക്കുമെന്ന് പറയുന്ന പുരോഗമനവാദിയല്ലെന്ന് അവൾക്ക് തോന്നി. എപ്പോഴും നെറ്റിയിലേക്ക് വീണ് കിടക്കുന്ന മിനുസമുള്ള നീണ്ട മുടി ഇടയ്ക്കിടെ ഷോൾഡർ കൊണ്ട് നേരെയാക്കി 100 തവണ രുചിച്ചു നോക്കി അവളെ ഇടകണ്ണിട്ട് നോക്കിച്ചിരിക്കുന്ന അവനെ കണ്ടപ്പോൾ അവൾക്ക് സ്നേഹത്തിനുമപ്പുറം എന്തോ ഒരു വാത്സല്യം തോന്നി. എടോ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? വീണ്ടും ഉപ്പ് നോക്കാനായി പാത്രം തുറക്കാൻ പോയ അവൻ്റെ കയ്യിൽ അവൾ പെട്ടെന്ന് കടന്നു പിടിച്ചു. അപ്രതീക്ഷിതമായുള്ള അവളുടെ ആ പിടുത്തത്തിൽ ഒന്ന് പകച്ച് അവൻ ഗ്യാസ് കുറച്ചു വെച്ച് ചോദ്യത്തിനു വേണ്ടി കാതോർത്തു. നിനക്ക് തോന്നുന്നുണ്ടോ എപ്പോഴും നിനക്കെന്നെ ഇങ്ങനെ സ്നേഹിക്കാൻ പറ്റുമെന്ന്? ഒറ്റവാക്കിൽ ഇതിന് മറുപടി പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് അറിയുന്നതിനാലും ഇതിന് ഉത്തരം കിട്ടിയില്ലെങ്കിലും അവൾക്ക് വേണ്ടത് ആ ചോദ്യത്തിന് താൻ എത്രമേൽ പ്രാധാന്യം നൽകുന്നുണ്ടെന്ന ബോധ്യമാണ്. അവൻ നനഞ്ഞ കൈ പാൻറ്റിൽ തുറച്ച് അവളെ പൊക്കിയെടുത്ത് അവനെ അഭിമുഖമായി ഇരുത്തി. മറ്റെന്തിനേക്കാളും തന്നെ വിശ്വസിക്കണമെന്നും സ്നേഹിക്കണമെന്നും അവൾക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ പലപ്പോഴായി ജീവിതമേൽപ്പിച്ച മുറിവുകൾ കൊണ്ട് അതിനുള്ള ധൈര്യം അവൾക്കില്ലെന്ന് അവന് നന്നായി അറിയാമായിരുന്നു. അതിഥി, ഞാനിപ്പോൾ ലോകത്ത് ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്നത് ഈ ഒരു നിമിഷത്തിനാണ്. എൻ്റെ തൊട്ടടുത്ത് ഇങ്ങനെ എനിക്ക് ചേർത്ത് പിടിക്കാവുന്ന അകലത്തിൽ നീ ഉണ്ടാവുന്ന ഈ നിമിഷത്തിന്. ഇത് തരുന്ന ഒരു കംഫർട്ട്, സന്തോഷം ഉണ്ട്. അത് ഞാൻ എങ്ങനെയാണ് വേണ്ടെന്ന് വയ്ക്കുന്നത്? പിന്നെ നിന്നെ സ്നേഹിക്കാൻ ഞാൻ പ്രത്യേകിച്ച് ഒന്നും ചെയ്യുന്നില്ല. എനിക്ക് സന്തോഷം തരുന്ന ഒരു കാര്യം ചെയ്യുമ്പോൾ അതിൽ എവിടെയാണ് എഫർട്ട് ഉണ്ടാവുന്നത്? നിൻ്റെ ഏത് അവസ്ഥയിലും ഇതുപോലെ എനിക്ക് നിന്നെ ചേർത്ത് പിടിച്ചാൽ മതി. അവൻ അവളുടെ അരയിലൂടെ കൈയിട്ട് അവളെ ഒന്നുകൂടെ ചേർത്ത് നിർത്തി. അവളുടെ നിറഞ്ഞ കണ്ണുകൾ തുറച്ച് നെറ്റിയിൽ ഉമ്മ വെച്ചു. ഇങ്ങനെ വല്ല മൂവീസിലോ ഓർമ്മ വരുന്നുണ്ടോ? നിറഞ്ഞ കണ്ണുകളിൽ കുസൃതി ഒളിപ്പിച്ച ആ ചോദ്യത്തിന് മറുപടിയായി അവൻ അവളെ പൊക്കി താഴെ ഇറക്കി പിറകിലൂടെ ചേർത്ത് നിർത്തി. കഴുത്തിലേക്ക് വീണ് കിടന്ന മുടി ഇടത് കൈകൊണ്ട് മാറ്റിയിട്ട് അവൻ്റെ മുഖം കഴുത്തിലേക്ക് ചേർത്ത് നിർത്തി 2 കൈകൊണ്ടും അവളെ ഒന്നുകൂടെ ചേർത്ത് പിടിച്ചു. പതിഞ്ഞ ശബ്ദത്തിൽ കാതിൽ പറഞ്ഞു. ഈ സീൻ ഞാൻ സിനിമയിൽ കണ്ടിട്ടുണ്ട്. ഈ ഭാര്യമാരൊക്കെ അടുക്കളയിൽ പണിയെടുക്കുമ്പോൾ ഭയങ്കര റൊമാൻറ്റിക് സീനാണെന്ന് വിചാരിച്ച് കാണിക്കുന്ന ഒരു സ്ഥിരം ക്ലീഷേ സാധനമില്ലേ? പിറകിലൂടെ വന്ന സ്നേഹത്തോടെയുള്ള ഈ ചേർത്ത് പിടിക്കൽ സത്യത്തിൽ അതിനേക്കാൾ റൊമാൻറ്റിക് ആവുന്നത് വന്നുമല്ല പണിയുമെടുത്ത് സഹായിക്കുന്നതാ. എൻ്റെ കുട്ടിക്ക് ഇതിലേത് റൊമാൻസാണ് വേണ്ടത്? ശ്വാസം അടക്കി പിടിച്ചിരുന്ന അവൾ പെട്ടെന്ന് പൊട്ടിച്ചിരിച്ചു അവനെ തള്ളി മാറ്റി. 2ാമത്തെ മതി, അതാവുമ്പോൾ നമുക്ക് 2 പേർക്കും സൗകര്യമാവും. എനിക്ക് ആദ്യത്തേതും ഓക്കെയാണ് കേട്ടോ. അവൻ വീണ്ടും ഉപ്പ് നോക്കാൻ സ്പൂൺ എടുത്തു. സാരമില്ല കേട്ടോ, ഞാനൊന്ന് മുഖം കഴുകിയിട്ട് വരാം. അപ്പോഴേക്കും ഫുഡാവില്ലേ? ഒരുപാട് ലേറ്റായാൽ പ്രശ്നമാണ്. ഒരു 10 മിനിറ്റ് നീ ഫ്രഷായി വന്നോ. ഹാളിന് ലെഫ്റ്റ് ഉള്ളതാ എൻ്റെ മുറി, അത് യൂസ് ചെയ്തോട്ടോ. അവൾ കേൾക്കാനായി അല്പം ഉച്ചത്തിൽ പറഞ്ഞു. ഇതാരുടെയാ ഈ ഗിറ്റാർ? അവൾ മുറിയിൽ നിന്നും വിളിച്ചു ചോദിച്ചു. എൻ്റെ മുറിയിൽ ഉള്ളതാവുമ്പോൾ സ്വാഭാവികമായും എൻ്റെ ആവുമല്ലോ. നീ ഗിറ്റാർ പ്ലേ ചെയ്യോ? ചെറുതായിട്ട്. പണ്ട് കുറച്ചു കാലം ഇതിൻ്റെ പിറകെ നടന്നിട്ടുണ്ട്. എന്നിട്ട് എന്നോട് പറഞ്ഞിട്ടില്ലല്ലോ. നീ ചോദിച്ചിട്ടുണ്ടോ? ഇപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് നിന്നെക്കുറിച്ചൊന്നും അറിയില്ല. ഗിറ്റാറും പൊക്കിപ്പിടിച്ച് അല്പം പരിഭവത്തോടെ അവൾ മുറിക്ക് പുറത്തിറങ്ങി അവനെ നോക്കി. നിനക്ക് എന്തൊക്കെയാണ് അറിയണ്ടേ? എല്ലാം പറയാം. ആദ്യം വന്ന് ഫുഡ് കഴിക്കേ. എനിക്കിത് വായിച്ച് കേൾപ്പിക്കാലോ. എൻ്റെ ഫുഡ് എങ്ങനെയുണ്ട്? സംഭവം അടിപൊളി. പക്ഷേ സത്യം പറഞ്ഞാൽ ഞാനൊരു പാസ്ത ഫാനല്ല. പക്ഷേ നീ ഇത്ര സ്നേഹമായിട്ട് ഉണ്ടാക്കി തരുമ്പോൾ വേണ്ടാന്ന് പറയാൻ പറ്റില്ലല്ലോ. അടുത്ത തവണ നീ പറഞ്ഞാൽ മതി. ഇനി അടുത്ത തവണ കൂടെ ഉണ്ടോ? അവൾ അല്പം സംശയത്തോടെ അവനെ നോക്കി. അടുത്ത തവണ വേണ്ടേ? അവൾ അതിന് മറുപടി പറയാതെ വേഗത്തിൽ ഭക്ഷണം കഴിച്ചു. എടോ വാ, നമുക്ക് ടെറസിൽ പോകാം. റൂമിൽ അവൻ്റെ പുസ്തകങ്ങൾ മറിച്ചു നോക്കിക്കൊണ്ടിരുന്ന അവളുടെ കൈ പിടിച്ച് സമ്മതത്തിന് കാത്തു നിൽക്കാതെ അവൻ ടെറസിലേക്ക് നടന്നു. ഗിറ്റാറൊക്കെ ഉണ്ടല്ലോ. ടെറസിൽ കയറിയാലേ പാട്ട് വരുള്ളൂ എന്നുണ്ടോ? ഇവിടെ നല്ല രസമാണ്. പിന്നെ ഈ ടെറസിലിരുന്നാണ് ഒറ്റ രാത്രി കൊണ്ട് ഞാൻ നിന്നെ വായിച്ചു തീർത്തത്. അന്ന് വിചാരിച്ചതാ ഇതുപോലെ തണുപ്പുള്ള നിലാവുള്ള ഒരു രാത്രി നിന്നെ ഇവിടെ കൊണ്ടുവന്ന് നിനക്കിഷ്ടമുള്ള പാട്ട് പാടിത്തരണമെന്ന്. അതിന് നിനക്കെൻ്റെ ഇഷ്ടപ്പെട്ട പാട്ടറിയോ? അതിന് മറുപടി ഒന്നോണം അവൻ പുഞ്ചിരിച്ച് നിലത്ത് ചാരിയിരുന്നു.
തണുത്തു മരവിച്ച കൈകൾ കൂട്ടിത്തിരുമ്മി ചൂട് പിടിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്ന അവൾക്കരികെ വന്നിരുന്നു. ഞാൻ എത്ര വലിയ പാട്ടുകാരനൊന്നുമല്ല. ഇഷ്ടമുള്ള പാട്ട് പാടി നശിപ്പിച്ചെന്ന് പിന്നെ പറയരുത് ട്ടോ. ഗിറ്റാർ ട്യൂൺ ചെയ്യുന്നതിനിടെ അവൻ പറഞ്ഞു. നീ എന്നോട് ചോദിച്ചില്ലേ എപ്പോഴും ഇതേപോലെ സ്നേഹിക്കാൻ പറ്റുമോ എന്ന്? ദേ അതിനുള്ള ഉത്തരം കൂടെ തരാം. അരികിൽ നിന്നകലാതെയിരിക്കാം. മിഴി രണ്ടും നനയുമ്പോൾ തുണയായിരിക്കാം. ഒരുമിച്ചൊരു അനുരാഗ പുഴയായി ഇനി ഒഴുകാം. ഒരുമിച്ചാ മാനത്തെ മുകിലായി തീരാം. എനിക്ക് വേണ്ടി ആരും ഇതുവരെ ഒരു പാട്ട് പാടി തന്നിട്ടില്ല. അവൾ നിറഞ്ഞ കണ്ണുകളോടെ അവൻ്റെ കൈ ചേർത്ത് പിടിച്ചു ഷോൾഡറിൽ തല ചായ്ച്ചിരുന്നു. ആ രാത്രി അവൻ അവൾക്ക് വേണ്ടി പാടിയ പാട്ടുകളൊക്കെയും പ്രണയത്തിൻ്റേതായിരുന്നു. നീ ഇപ്പോൾ സ്ഥിരമായിട്ട് വൈകിയാണ് ഹോസ്റ്റലിൽ എത്തുന്നത് എന്നൊരു പരാതി കിട്ടിയിട്ടുണ്ടല്ലോ. ആഴ്ചയിലെ പതിവ് കോളിനിടയിൽ ലയ അല്പം സീരിയസ് ആയി ചോദിച്ചു. ഈ സാക്ഷിയെ ഞാൻ കൊല്ലും. അവളാണ് ഈ ന്യൂസെല്ലാം എത്തിക്കുന്നത്. നീ ഇനി അവളുടെ തലയ്ക്ക് കയറണ്ട. എന്തായാലും കാര്യം സത്യമല്ലേ? ഞാൻ അവൻ്റെ കൂടെ പോകാറുണ്ട്. പക്ഷേ അവൾ ഈ പറയുന്ന പോലെ എന്നും ഒന്നുമില്ല, വല്ലപ്പോഴും. അതിഥി അവളുടെ ഭാഗം ന്യായീകരിക്കാൻ പറഞ്ഞു. എൻ്റെ അമ്മോ, നീ എന്തിനാ ഇത്ര വെപ്രാളപ്പെടുന്നത്? നിനക്ക് അവൻ്റെ കൂടെ ഇരിക്കുമ്പോൾ സന്തോഷം കിട്ടുന്നുണ്ടെങ്കിൽ ഇവിടെ ആർക്കാണ് അതിന് പ്രശ്നം? നിന്നെ പണ്ടത്തെ പോലെ സംസാരിക്കാൻ കിട്ടുന്നില്ലെന്ന ബുദ്ധിമുട്ട് എനിക്കും സാക്ഷിക്കും എല്ലാമുണ്ട്. പക്ഷേ നീ ഇപ്പോൾ ഇത്ര ഹാപ്പിയായി കാണുമ്പോൾ ഞങ്ങളും ഹാപ്പിയാടോ. ലയയുടെ ശബ്ദത്തിൽ തന്നെ ആ സന്തോഷമുണ്ടെന്ന് അതിഥിക്കും തോന്നി. അമ്മോ, ഞാൻ എപ്പോഴും പറയാറില്ലേ, പണ്ടൊരിക്കൽ പ്രണയത്തിൽ നിൻ്റെ ചോയ്സ് തെറ്റായിപ്പോയി എന്നതുകൊണ്ട് ഇനിയുള്ളതെല്ലാം അങ്ങനെയാവും എന്ന് കരുതുന്നതിൽ കാര്യമില്ലെന്ന്. നിന്നെ മനസ്സിലാക്കുന്ന, നിന്നെ നീയായി സ്നേഹിക്കുന്ന ഒരാൾ കടന്നു വരുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. ശരണിനെ വിളിക്കണമെന്ന് ഞാൻ കരുതിയതാ. പിന്നെ കരുതി ആദ്യം നിങ്ങളൊന്ന് സെറ്റാവട്ടെ എന്ന്. ഞാൻ എന്തായാലും 3 മാസം കഴിഞ്ഞാൽ നാട്ടിൽ വരും. അപ്പോൾ അളിയനെ നേരിട്ട് കാണാലോ. ഓഹോ, അപ്പോഴേക്കും നീ അവനെ അളിയനാക്കിയോ? അല്ലാതെ പിന്നെ നിനക്കെന്താ, കെട്ടാൻ പ്ലാനൊന്നുമില്ലേ? അറിയില്ല, ഞങ്ങൾ അതിനെക്കുറിച്ചൊന്നും സംസാരിച്ചിട്ടില്ല. കാണുമ്പോഴും സംസാരിക്കുമ്പോഴുമൊക്കെ സമയം ഓടിപ്പോകും. അച്ചോടാ, പെണ്ണിന് നാണമൊക്കെ വന്നു തുടങ്ങി. ലയ അവളെ കളിയാക്കി ചിരിച്ചു. പണ്ടൊക്കെ ലയ വിളിക്കുമ്പോൾ ഒരുപാട് എന്തൊക്കെയോ സംസാരിക്കാറുണ്ടായിരുന്നു. ഇന്നിപ്പോൾ ഒരു മണിക്കൂറിലേറെ സംസാരിച്ചത് അവനെക്കുറിച്ച് മാത്രമാണ്. തൻ്റെ ലോകം പെട്ടെന്ന് അവനിലേക്ക് മാത്രം ഒതുങ്ങിയ പോലെ അവൾക്ക് തോന്നി. എത്ര വേണ്ടെന്ന് പറഞ്ഞാലും പിടിച്ചു വയ്ക്കാൻ ശ്രമിച്ചാലും മനസ്സ് ഒരു ബലൂൺ കാണുമ്പോൾ അമ്മയുടെ കൈവിട്ട് ഓടിപ്പോകുന്ന കുട്ടികളെപ്പോലെ അവനിലേക്ക് തന്നെ ഓടിപ്പോവുകയാണ്. വെറുതെ മിണ്ടിക്കൊണ്ടിരിക്കുക, ചേർത്ത് നിർത്തുക, സ്നേഹിക്കുക എന്നതിനപ്പുറം വലിയ നിർവചനങ്ങളുടെയൊന്നും ആവശ്യം പ്രണയത്തിനില്ലെന്ന് തോന്നുന്നു. ഇന്ന് പുറത്തു പോകാമെന്ന് അവൻ 1000 വട്ടം വിളിച്ചെങ്കിലും അശ്വിനിയുടെ ഹോസ്റ്റലിലെ അവസാന ദിവസമായതിനാൽ വേണ്ടെന്ന് വെച്ചു. രാവിലെ സാക്ഷിയും അതിഥിയും ദേവികയും കൂടി അവളുടെ സാധനങ്ങളെല്ലാം പാക്ക് ചെയ്തു റെഡിയാക്കി വെച്ചു. കല്യാണം കഴിഞ്ഞ് 2 പേരും കൂടെ ഒരുമിച്ച് പുതിയ ഫ്ലാറ്റിലേക്ക് മാറണമെന്നാണ് ആദ്യം തീരുമാനിച്ചത്. കല്യാണം കൂടാൻ അവളുടെ നാട്ടിൽ നിന്നും ഫാമിലി വരുമ്പോൾ നിൽക്കാൻ ഇനി വേറെ സ്ഥലം നോക്കേണ്ടെന്ന ധാരണയിൽ ഈ ആഴ്ച തന്നെ അവൾ ഫ്ലാറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്താൽ പോരെ എന്ന ഐഡിയ കൊടുത്തത് സാക്ഷിയാണ്. പാക്കിങ്ങിനും പരിപാടികൾക്കുമെല്ലാം മുന്നിൽ നിന്നെങ്കിലും അശ്വിനി പോകുന്നതിൽ സാക്ഷിക്ക് നല്ല വിഷമമുണ്ടെന്ന് അവളുടെ മുഖത്ത് നിന്ന് വായിച്ചെടുക്കാമായിരുന്നു. അവൾ ഇന്നുകൂടിയല്ലേ എവിടെയുള്ളൂ? നമുക്ക് രാത്രി കുപ്പി വാങ്ങിച്ചാലോ? മുറിയിൽ മുഖമീർപ്പിച്ച് ഫോണിൽ കുത്തിയിരുന്ന സാക്ഷിയെ ഉഷാറാക്കാനായി അതിഥി ഒരു ഐഡിയ ഇട്ടു. ഹാ ചേച്ചി, ബാക്കി എല്ലാ റൂമിലുള്ളവരും എന്നും രാത്രി വാങ്ങാറുണ്ട്. നമ്മൾ മാത്രമേ ഈ ഹോസ്റ്റലിൽ കുപ്പി കയറ്റാത്തതായുള്ളൂ. നമുക്ക് എന്തായാലും വാങ്ങാം. ഞാൻ റെഡി. ദേവിക അതിഥിക്ക് പിന്തുണയുമായി എത്തി. നമുക്കെന്നാൽ അശ്വിനിക്ക് ഒരു സർപ്രൈസ് ഫെയർവെൽ പാർട്ടി കൊടുക്കാമല്ലേ? സാക്ഷിയും പെട്ടെന്ന് ഉഷാറായി. ഫ്ലാറ്റിൽ സാധനങ്ങളിറക്കി രാത്രി അശ്വിനി വരുമ്പോഴേക്കും റൂമിൽ ഡെക്കറേഷൻസിനും ഭക്ഷണം വാങ്ങിക്കാനും ദേവികയെ പറഞ്ഞുവിട്ട് കുപ്പി വാങ്ങാൻ അതിഥിയും സാക്ഷിയും കൂടെ പുറത്തിറങ്ങി. ബാംഗ്ലൂരിനെ യുവാക്കൾക്ക് ഇത്രയേറെ ഇഷ്ടമുള്ളതാക്കുന്നതിൻ്റെ ഒരു പ്രധാന കാരണം പെട്ടിക്കടകൾ പോലെ നിരന്നു കിടക്കുന്ന മദ്യ ഷോപ്പുകളാണെന്ന് വന്നു കയറിയ ഒരാഴ്ച കൊണ്ട് അതിഥിക്ക് മനസ്സിലായതാണ്. ഇതിലേതാ വാങ്ങുന്നത് എന്ന വല്ല ധാരണയുണ്ടോ? ഓട്ടോ പിടിച്ച് വൈൻ ഷോപ്പിലെത്തി ലിക്കർ ബോട്ടിൽ തിരിച്ചും മറിച്ചും ഭംഗി ആസ്വദിച്ചുകൊണ്ടിരുന്ന സാക്ഷിയെ തട്ടി വിളിച്ച് അവൾ സ്വകാര്യമെന്നോണം ചോദിച്ചു. അതിനിപ്പോൾ വലിയ ധാരണയൊന്നും വേണ്ട. നമുക്ക് ഒരു 8 ബിയർ മേടിക്കാം. ബിയറോ? എനിക്ക് വേണ്ട, വയറ് വീർക്കും. എനിക്ക് ഹോട്ട് മതി. എടി ശവമേ, കാണുന്ന പാവമേ ഉള്ളൂ അല്ലേ? നീ സത്യം പറ, പണ്ട് കോളേജ് ഹോസ്റ്റലിൽ നിന്ന് നിന്നെ പുറത്താക്കിയത് കുപ്പി കയറ്റിയിട്ടല്ലേ? സാക്ഷി പോലീസ് വിസ്താരത്തിനൊരുങ്ങി. എൻ്റെ സാക്ഷി, ഞാൻ വല്ലപ്പോഴുമേ കഴിക്കാറുള്ളൂ. നീ ഒരു 4 ബിയറും ഒരു മാജിക് മൊമെൻറ്റ്സും വാങ്ങിക്കേ. നമ്മളിവിടുന്ന് കിടന്ന് കറങ്ങാൻ തുടങ്ങിയിട്ട് ഒരുപാട് നേരമായി. എനിക്ക് എൻ്റെ നാടിനെക്കുറിച്ച് വലിയ സ്വപ്നങ്ങളൊന്നുമില്ല. പക്ഷേ ബിവറേജിന് മുൻപിൽ ഇങ്ങനെ വരി നിൽക്കുന്നത് വളരെ നോർമലായി കാണുന്ന ഒരു നാട്, അത്രേ ഉള്ളൂ. ബിൽ കൗണ്ടറിന് മുമ്പിലുള്ള പെൺകുട്ടികളുടെ നീണ്ട വരി കണ്ടപ്പോൾ സാക്ഷി ഒരു ആത്മകഥമെന്നോണം പറഞ്ഞു. ആഹാ, പെൺകുട്ടികളെ വെള്ളം അടുപ്പിച്ച് പുരോഗമനം കൊണ്ടുവരണം എന്നാണോ മാഡം പറഞ്ഞു വരുന്നത്? അങ്ങനെയല്ല, പെൺകുട്ടികൾ വെള്ളമടിക്കുന്നതും നോർമലാണ് എന്നുള്ള ഒരു സെറ്റപ്പ്, അത്രേ ഉള്ളൂ. വാർഡൻ്റെ കണ്ണുവെട്ടിച്ച് ഹോസ്റ്റലിൽ കുപ്പി കയറ്റാൻ കുറച്ച് സമയമെടുത്തെങ്കിലും അവരെത്തിയപ്പോഴേക്കും ദേവിക റൂമെല്ലാം ഡെക്കറേറ്റ് ചെയ്തിരുന്നു.
ഈ ചേച്ചി എന്താ വരാൻ ഇത്ര വൈകുന്നത്? ബിയർ തണുപ്പ് പോയാൽ പിന്നെ വലിയ കയ്പാണ് കേട്ടോ. കയ്പുള്ള ബിയർ കുടിക്കുന്ന ടെൻഷനിൽ റൂമിനുള്ളിൽ വെപ്രാളത്തോടെ നടന്നുകൊണ്ട് ദേവിക പറഞ്ഞു. അല്ല, ഈ ബിയർ കുടിക്കാൻ നീ പെർമിഷൻ എടുത്തായിരുന്നോ? ആ, ഞാനൊന്നും പറയാൻ പോയില്ല. എനിക്ക് സുഖമില്ലാത്തതുകൊണ്ട് വേഗം കിടക്കുവാണെന്ന് പറഞ്ഞു. പറഞ്ഞാൽ ഇനി വരാൻ പോകുന്ന ഐറ്റം നല്ല വീട്ടിലെ പെൺകുട്ടികളിങ്ങനെ വെള്ളം അടിക്കില്ല എന്നൊക്കെയാവും. പക്ഷേ നല്ല വീട്ടിലെ ആൺകുട്ടികൾക്ക് എന്തുമാവാം. പിന്നെ എപ്പോഴെങ്കിലും അറിഞ്ഞാൽ ഇനി ഇതൊരു പ്രശ്നമാവട്ടോ. നീ ഇനി ഇതും പോയി പറയാൻ നിൽക്കണ്ട. അതിഥി ഒരു താക്കീത് എന്നവണ്ണം പറഞ്ഞു. ചേച്ചി ഒരു കാര്യം ആലോചിച്ചിട്ടുണ്ടോ? നമുക്ക് പലരോടും കള്ളം പറയേണ്ടി വരുന്നത് സത്യം പറഞ്ഞാൽ സ്വീകരിക്കില്ല എന്ന് ഉറപ്പുള്ളവരുടെ അടുത്താണ്. എന്തുകൊണ്ട് പലതും പറഞ്ഞില്ല എന്നതിൻ്റെ ഉത്തരം പറയാനുള്ള സ്പേസ് നീ എനിക്ക് തന്നിരുന്നില്ല എന്നതാണെന്ന് പോലും മനസ്സിലാക്കാൻ അവർക്ക് ശ്രമിക്കില്ല. വെള്ളം അടിക്കുന്നതിന് മുൻപേ കുട്ടി ഫിറ്റായെന്ന് തോന്നുന്നു. നല്ല ചിന്തകളൊക്കെ വരുന്നുണ്ട്. രണ്ടുപേരും അവളെ കളിയാക്കി ചിരിച്ചു. സർപ്രൈസ്! അശ്വിനി റൂമിൽ കയറിയപാടെ 3 പേര് ഒരുമിച്ച് അവളെ കെട്ടിപ്പിടിച്ചു. ഞാൻ നിങ്ങളെ ഒരുപാട് മിസ് ചെയ്യും. അശ്വിനി സാക്ഷിയുടെ ബെഡിൽ ചാരിയിരുന്ന് തണുപ്പ് പോയി തുടങ്ങിയ ബിയർ ഒരു കവിൾ കുടിച്ചു. അതിന് ഒരു അവസരം ഞങ്ങൾ ഉണ്ടാക്കില്ല. എല്ലാ ആഴ്ചയും ഫ്ലാറ്റിൽ വന്ന് ഹാജറിട്ടേക്കാം. പിന്നെ നീ വേറെ ഒരു കാര്യം ആലോചിച്ച് നോക്കിയേ. എത്ര വർഷത്തെ നിന്റെ കാത്തിരിപ്പാണ് ഈ ദിവസവും മുന്നോട്ടുള്ള ജീവിതവും. അതിൻ്റെ ഇടയ്ക്ക് നിനക്ക് ഞങ്ങളെ ഓർക്കാൻ സമയം കിട്ടിയാൽ ഭാഗ്യം. അതിഥി അവളെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു. ഇത്രയും വർഷം അധ്വാനിച്ച പൈസ മുഴുവൻ ചിലവായി വീട്ടുകാരുടെ സഹായമില്ലാതെ കല്യാണം നടത്താമെന്ന് ഞങ്ങൾ രണ്ടുപേരും എടുത്ത തീരുമാനമാണ്. വളരെ ചെറിയ രീതിയിൽ നടത്തിയാൽ മതി എന്നാണ് ആദ്യം കരുതിയത്. പിന്നെ പൈസ തന്നില്ലെങ്കിലും വീട്ടുകാർക്ക് ആവശ്യത്തിലധികം അഭിപ്രായങ്ങളുണ്ടാകുമല്ലോ. അങ്ങനെ ഞങ്ങളുടെ കയ്യിലുണ്ടായ പൈസ മുഴുവൻ നുള്ളിപ്പെറുക്കിയാണ് മണ്ഡപത്തിലേക്ക് കയറുന്നത്. ഇനി എന്താ മുന്നേറ്റെന്ന് ആലോചിക്കുമ്പോൾ ടെൻഷനാണ്. അശ്വിനിയുടെ വാക്കുകളിൽ ചെറിയൊരു ഇടർച്ചയുണ്ടായിരുന്നു. എല്ലാം ശരിയാവും ചേച്ചി. എന്തായാലും സ്നേഹിക്കുന്ന മനസ്സിലാക്കുന്ന ഒരാളുടെ കൂടെയല്ലേ മുന്നോട്ട് നടക്കാൻ തുടങ്ങുന്നത്. പിന്നെ എന്താ, ബാക്കിയെല്ലാം വരുന്നിടത്ത് വെച്ച് നോക്കാം. ബിയറും ഹോട്ടുമെല്ലാം ഒരുമിച്ചടിച്ച ദേവിക ചെറുതായി ഓഫായി തുടങ്ങിയെങ്കിലും അവൾ പറഞ്ഞൊപ്പിക്കാൻ ശ്രമിച്ചു. ഒരു ബിയർ അകത്ത് ചെന്നപ്പോഴേ സാക്ഷി പതിവ് ഇമോഷണൽ ഡ്രാമ ആരംഭിച്ചു കഴിഞ്ഞിരുന്നു. അശ്വിനിയെ കെട്ടിപ്പിടിച്ച് കരച്ചിലും 2 വർഷം മുമ്പ് ഈ ഹോസ്റ്റലിൽ വന്നതു മുതലുള്ള പരിഭവങ്ങളും സന്തോഷങ്ങളും എണ്ണിപ്പറഞ്ഞു ഒടുവിൽ കല്യാണത്തിന് വരില്ലെന്ന തീരുമാനത്തിൽ വരെ എത്തിയപ്പോൾ അതിഥി സാക്ഷിയുടെ കയ്യിൽ നിന്നും കുപ്പി വാങ്ങി മാറ്റിവെച്ചു. നിങ്ങൾ കല്യാണത്തിന് രാവിലെ വരില്ലേ? എന്തായാലും 3 പേർക്കും കൂടെ വരാൻ ആൾക്കാരുള്ളതുകൊണ്ട് കാമുകന്മാരെയും കൂട്ടി വാ. എല്ലാവർക്കും ഒന്ന് പരിചയപ്പെടാലോ. എനിക്ക് കാമുകനൊന്നുമില്ല. സാക്ഷി പകുതി ബോധത്തിലാണെങ്കിലും ചാടി മറുപടി പറഞ്ഞു. ഇവൾ ഇനി ഇവനെ കെട്ടിയാൽ പോലും ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും. അത് കാര്യമാക്കണ്ട. അവൾ സിദ്ധിനെയും കൂട്ടി വന്നോളൂ. അതിഥി സാക്ഷിയെ ഒന്നിരുത്തി നോക്കി. അപ്പോൾ നിന്റെ കാര്യം എങ്ങനെയാ? ഈ ഓർക്കിഡ് പൂവിൻ്റെ പിന്നിലെ കാമുകനെ കാണാൻ ഞങ്ങൾക്ക് ഒരു അവസരം ഉണ്ടാവുമോ? ഞാൻ ചോദിക്കാം. അവൻ വരാതെ ഇരിക്കില്ല എന്നാണ് വിശ്വാസം. അതിഥി ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു. പക്ഷേ ദേവു, നീ അവനെ കൂട്ടി വന്നാൽ ഞാൻ അവനെ ഒന്ന് പൊട്ടിക്കും, ഉറപ്പാ. നീ ഒന്നും മിണ്ടാതിരിക്കേ. പഠിക്കുന്ന പിള്ളേരല്ലേ. പ്രായത്തിൻ്റെ ഓരോ മണ്ടത്തരങ്ങളാണ്. പിന്നെ ശരിയായിക്കോളും. ദേവു, നീ അവനെ കൊണ്ടുവരണം കേട്ടോ. അശ്വിനി വലിയ ചർച്ചയ്ക്ക് ഇടം നൽകാതെ പറഞ്ഞു. പൊതുവെ 3 ടൈപ്പ് വെള്ളമടിക്കാരാണുള്ളത്. ഒന്ന് കുടിച്ചാൽ വയറ്റിൽ കിടക്കുന്നവർ. അവർ വെള്ളം അടിച്ചിട്ടുണ്ടെന്ന് അവർക്കല്ലാതെ മറ്റാർക്കും മനസ്സിലാവില്ല. മറ്റൊന്ന് കരച്ചിൽ ടീം. വെള്ളം അടിച്ചാൽ മാത്രം ഇവർക്ക് എവിടുന്നാണ് ഇതിന് മാത്രം കണ്ണീരെന്ന് ഇതുവരെ മനസ്സിലായിട്ടില്ല. പിന്നെ തെറിവിളി ടീം. പൊതുവെ മാന്യന്മാരായ ഇവരുടെ തനിസ്വരൂപം പുറത്തു വരുന്നത് 2 തുള്ളി അകത്തു പോകുമ്പോഴാണ്. ഇതിൽ 1ാമത്തെ വിഭാഗത്തിൽ പെടുന്നതായതുകൊണ്ട് രാത്രിയിലെ ഫുഡടിയും വെള്ളമടിയും കരച്ചിലും എല്ലാം കഴിഞ്ഞ് എല്ലാവരെയും ഉറക്കിക്കിടത്തിയ ശേഷമാണ് അതിഥി ഉറങ്ങാൻ കിടന്നത്. നിനക്കിങ്ങോട്ടുള്ള വഴിയൊക്കെ ഓർമ്മയുണ്ടോ? പിറ്റേന്ന് അങ്കിളില്ലാത്ത സമയം ആൻറ്റിയെ കാണാൻ പോയ അതിഥിക്ക് വാതിൽ തുറന്നു കൊടുക്കുന്നതിനിടെ ആൻറ്റി ചോദിച്ചു. ഞാൻ ഇങ്ങോട്ട് വരാത്തതിൻ്റെ കാരണം എന്താണെന്ന് നമുക്ക് 2 പേർക്കും നന്നായി അറിയാലോ. പിന്നെ എന്തിനാ ആൻറ്റി ഈ ചോദിക്കുന്നത്? അതിഥി നേരെ അടുക്കളയിൽ കയറി ഫുഡ് എടുത്ത് ടേബിളിൽ വന്നിരുന്നു. എന്തൊക്കെയാണ് വിശേഷങ്ങൾ? ഇപ്പോൾ സാക്ഷിയുടെ കൂടെ പാർക്കിനും കാണാറില്ലെന്ന് ശാലു പറഞ്ഞല്ലോ. നിനക്ക് വർക്ക് ഒരുപാടുണ്ടോ ഇപ്പോൾ? വർക്കൊന്നുമില്ല. എന്നാലും ഞാനൊരു പുതിയ പ്രൊജക്റ്റിലാണ്. സക്സസ് ആയാൽ ഞാൻ വന്ന് പറയാം. മുളകിട്ട മീൻകറിയുടെ എരിവ് വലിച്ച് അതിഥി ചിരി ഒളിപ്പിക്കാൻ ശ്രമിച്ചു. എനിക്ക് നാട്ടിൽ എന്തെങ്കിലും ജോലി കിട്ടുമോ? ആൻറ്റി നാട്ടിൽ പോവാണോ? ശാലുവിൻ്റെ +2 കഴിഞ്ഞാൽ ഇതെല്ലാം വിട്ട് പോയാലോ എന്നാണ് ആലോചന. അവിടെ വല്ല ജോലിയും ഉണ്ടെങ്കിൽ ജീവിക്കാലോ. അതിന് അങ്കിൾ സമ്മതിക്കുമോ? ഞാൻ ഡിവോഴ്സിനെ കുറിച്ച് ആലോചിച്ച് തുടങ്ങുന്നുണ്ട്. ഈ തല്ലും വഴക്കും സംശയരോഗവും ഒക്കെ എനിക്ക് മടുത്തു. അവൾക്ക് ആൻറ്റി ഫ്രിഡ്ജിൽ നിന്നും തണുത്ത വെള്ളം എടുത്തു കൊടുത്തു. ആൻറ്റി ജീവിതത്തിൽ എടുക്കാൻ പോകുന്നതിൽ വെച്ച് ഏറ്റവും ബെസ്റ്റ് തീരുമാനം അതാവും. ഞാനുണ്ടാവും എല്ലാത്തിനും സപ്പോർട്ട്. ഞാൻ മോളോട് ഒന്ന് സംസാരിക്കട്ടെ. അവളുടെ താല്പര്യവും നോക്കട്ടെ. നിനക്ക് സ്വീറ്റ്സ് എന്തെങ്കിലും വേണോ? വേണ്ട, പക്ഷേ വേറൊരു സാധനം വേണം. പിന്നെ ഒരു സഹായവും. കിഡ്നി ഒന്നും ചോദിക്കരുത്. ആൻറ്റി ചിരിച്ചുകൊണ്ട് കാറ്റ് കടക്കാനായി ബാൽക്കണിയുടെ ഗ്ലാസ് തുറന്നിട്ടു. അതൊന്നും വേണ്ട. അങ്കിളിൻ്റെ അടി കിട്ടി അത് വർക്കിംഗ് ആണോ എന്ന് പോലും എനിക്ക് സംശയമുണ്ട്. എനിക്കൊരു സാരി വേണം. പിന്നെ വരുന്ന ഞായറാഴ്ച രാവിലെ അത് ഉടുത്തും തരണം.
അശ്വിനിയുടെ കല്യാണമാണ്. ആഹാ, അത്രയേ ഉള്ളൂ. നീ ഞായറാഴ്ച രാവിലെ ഇങ്ങ് പോരെ. കഴിഞ്ഞ തവണ ചേട്ടൻ്റെ മോളുടെ കല്യാണത്തിന് വാങ്ങിയ സാരിയുണ്ട്. എൻ്റെ ബ്ലൗസ് നിനക്ക് പാകമായിരിക്കും. ആൻറ്റി അലമാരയിൽ നിന്നും ഒരു വയലറ്റ് കസവ് സാരി എടുത്ത് പുറത്തിട്ടു. ഇതെന്തിൻ്റെ മെഡിസിനാണ്? സാരി വലിച്ചപ്പോൾ പുറത്തേക്ക് വീണ ബോട്ടിൽ കയ്യിലെടുത്ത് അതിഥി സംശയത്തോടെ ആൻറ്റിക്ക് നേരെ തിരിഞ്ഞു. കുറച്ചു കാലമായി ഒട്ടും ഉറക്കം കിട്ടുന്നില്ല. രാത്രി ഓരോന്നും ആലോചിച്ച് തലവേദനയും. ഹോസ്പിറ്റലിൽ പോയപ്പോൾ ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്ത മെഡിസിനാണ്. ഇതിങ്ങനെ കഴിക്കുന്നത് നല്ലതല്ലെന്ന് ആൻറ്റിക്ക് അറിയില്ലേ? ഞാൻ 2 ദിവസമേ കഴിച്ചുള്ളൂ. അങ്കിൾ കണ്ടാൽ ഇനി ഇതും പറഞ്ഞ് വഴക്കു വേണ്ടെന്ന് കരുതിയ ഷെൽഫിൽ വെച്ചത്. ആൻറ്റി അവളുടെ കയ്യിൽ നിന്നും ബോട്ടിൽ വാങ്ങി വീണ്ടും സാരികൾക്കിടയിലേക്ക് തിരുക്കി വെച്ചു. അതിഥി ആൻറ്റി എടുത്തു കൊടുത്ത സാരിയുടെ ഭംഗി നോക്കുന്നതിനിടെ പുറത്ത് കോളിംഗ് ബെൽ കേട്ട് ആൻറ്റി വാതിൽ തുറന്നു. മോൾ ഇവിടെ ഉണ്ടായോ? എപ്പോൾ വന്നു? പൊതുവേ ഇയാൾ ഈ സമയത്ത് വരാത്തതാണല്ലോ. ഇന്നിപ്പോൾ എന്തിനാണ് കെട്ടിയെടുത്തത്? ആൻറ്റി, എനിക്ക് ഇത് മതി. ഞാൻ ഞായറാഴ്ച വരാം. അങ്കിളിന് മറുപടി കൊടുക്കാതെ അങ്ങനെ ഒരാളെ കണ്ടില്ലെന്ന് നടിച്ച് അവൾ ധൃതിയിൽ പുറത്തിറങ്ങി. നീ എവിടെയാ? ഞാൻ എത്ര നേരമായി വെയിറ്റ് ചെയ്യുന്നു? ശരൺ ഫോണെടുത്ത് ഹലോ പറയാൻ തുടങ്ങുന്നതിന് മുൻപേ അവൾ അങ്ങോട്ട് ദേഷ്യപ്പെട്ടു. എടോ, താനല്ലേ പറഞ്ഞേ ആൻറ്റിയുടെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് മുൻപേ വിളിക്കാം, അപ്പോൾ ഇറങ്ങിയാൽ മതിയെന്ന്. ഞാൻ റെഡി ആയിട്ടില്ല. നീ എന്താ ഇത്ര നേരത്തെ വന്നത്? അവനോട് ദേഷ്യപ്പെട്ടിട്ടും തർക്കിച്ചിട്ടും കാര്യമില്ലെന്ന് അറിയാവുന്നതുകൊണ്ട് അവരുടെ സ്ഥിരം മീറ്റിംഗ് പ്ലേസായ സ്റ്റോറേജിലേക്ക് എത്താമെന്ന് പറഞ്ഞ് അവിടേക്ക് അവൾ ഒരു ഓട്ടോ പിടിച്ചു. ആദ്യമായി അവൻ്റെ ഒപ്പം ഒരു രാത്രിയിലാണ് ഇവിടേക്ക് വന്നത്. പൊതുവെ ഇഷ്ടമില്ലെങ്കിലും ബാംഗ്ലൂരിലെ മറ്റ് ബ്ലൂബെറികളിൽ നിന്നും വ്യത്യസ്തമായ ഒരു അന്തരീക്ഷമാണ് സ്കോറിസിസ്. രാവിലെ പൊതുവെ ആൾക്കാർ കുറവായതിനാലും നല്ല ഭക്ഷണം കൊണ്ടും ഇത് പിന്നെ ഒരു സ്ഥിരം പ്ലേസായി. തമ്മിൽ കാണുമ്പോൾ എപ്പോഴും ഒരു സിഗരറ്റെങ്കിലും വലിക്കുന്ന ശീലമുള്ളതിനാൽ അവർ സ്ഥിരമായി ഇരിക്കുന്ന സ്മോക്കിംഗ് അനുവദനീയമായ മുകളിലത്തെ ഫ്ലോറിലെ മൂലക്കിട്ട മരക്കൊണ്ടുണ്ടാക്കിയ ചെയറിൽ അതിഥി അവനെ കാത്തിരുന്നു. എൻ്റെ കുട്ടി കാത്തിരുന്നു മടുത്തോ? അവൻ ധൃതിപ്പെട്ടു വന്ന് ഹെൽമറ്റ് ടേബിളിൽ വെച്ച് അവളുടെ തലയിൽ തലോടി നെറ്റിയിലും വച്ചു. കസേര നീക്കി അവൾക്കടുത്തിരുന്നു. വല്ലപ്പോഴും ഇങ്ങനെ പുറത്തു പോകുമ്പോഴാണ് അവന് ടീഷർട്ട് ഇട്ട് കാണാറുള്ളത്. ഫുൾ സ്ലീവുള്ള റൗണ്ട് നെക്ക് ടീഷർട്ട് അവന് നന്നായി ചേരുന്നുണ്ടെന്ന് അവൾക്ക് തോന്നി. എന്നും നീ ജ്യൂസല്ലേ കുടിക്കുന്നത്? ഒരു ചേഞ്ചിന് ബിയർ പറയട്ടെ? അവിടുത്തെ മെനു അവന് മനപ്പാടമാണെങ്കിലും അവൻ വീണ്ടും അത് മറിച്ചു നോക്കിക്കൊണ്ടിരുന്നു. എനിക്ക് വേണ്ട. ഓഹോ, നിങ്ങൾ ഗേൾസിൻ്റെ കൂടെ മാത്രമേ അടിക്കത്തുള്ളൂ? ഇടയ്ക്കൊക്കെ എനിക്കൊരു കമ്പനി താടോ. എനിക്ക് ഈ നട്ടുച്ചയ്ക്ക് ബിയർ അടിക്കാൻ ഒരു മൂഡില്ല. പിന്നെ ഞാൻ ബിയർ അടിക്കാറില്ല, ഓൺലി ഹോട്ട്. എന്നാൽ മൂടുള്ളപ്പോൾ പറ, നമുക്കൊരു പിടിപിടിക്കാം. അവൻ ബിയറിനും അവൾക്കൊരു ജ്യൂസിനും ഓർഡർ കൊടുത്തു. നീ ഇന്നലെ വെള്ളമടിച്ചിട്ട് എന്നെ വിളിക്കാഞ്ഞത് മോശമായി. ഞാൻ എത്ര നേരം നിൻ്റെ കോൾ വെയിറ്റ് ചെയ്തെന്നറിയോ? ഞാൻ പറഞ്ഞതല്ലേ വിളിക്കില്ല, കിടന്നോ എന്ന്. എന്നാലും അതൊക്കെ ഒരു രസമല്ലേ? എനിക്ക് പണ്ടൊരു ഗേൾ ഫ്രണ്ട് ഉണ്ടായിരുന്നു. അവൾ വെള്ളമടിച്ചാൽ പിന്നെ ഭയങ്കര റൊമാൻറ്റിക്കാണ്. പിന്നെ അവളോട് സംസാരിച്ചിരിക്കാൻ നല്ല രസമാണ്. അവൻ എന്തോ ഓർത്തിട്ടെന്ന പോലെ ചിരിച്ചു. ബെസ്റ്റ്, നിനക്ക് നാണമില്ലേ പണ്ടത്തെ കാമുകിയുടെ റൊമാൻറ്റിക് കഥയൊക്കെ എൻ്റെ അടുത്ത് വന്ന് വിളമ്പാൻ? അവൾ പരിഭവത്തോടെ എണീറ്റു. എന്താ പൊസസീവ്നെസ് ആണോ? അവനൊരു സിഗരറ്റ് കത്തിച്ച് പഫെടുത്ത് കമ്പിയിൽ ചാരി നിന്ന് അവൾക്കരികെ വന്നു നിന്നു. എനിക്കൊരു പൊസസീവ്നെസ്സുമില്ല. നീ വേണേൽ നിൻ്റെ കംപ്ലീറ്റ് ലവ് സ്റ്റോറി പറ, ഞാൻ കേൾക്കാം. ഇപ്പോൾ അങ്ങനെ പറയാനൊന്നുമില്ല, പക്ഷേ ഇനി ഉണ്ടാവണം എന്നാണ് ആഗ്രഹം. അവൻ അവളുടെ വിരലുകളിലൂടെ കൈയിട്ടു. എടോ, നിൻ്റെ ഫോൺ റിങ് ചെയ്യുന്നുണ്ടോ? അവൾ ബാഗിൽ നിന്നും ഫോൺ എടുത്തു. ട്രൂ കോളറിൽ അങ്കിളിൻ്റെ നമ്പറാണെന്ന് കണ്ടപ്പോഴേ അത് കട്ട് ചെയ്തു. നിനക്ക് ഫോൺ എടുത്തിട്ട് പിന്നെ വിളിക്കാമെന്ന് പറഞ്ഞാൽ പോരെ? എന്തിനാ അതങ്ങനെ കട്ട് ചെയ്യുന്നത്? ഇനി എന്തെങ്കിലും അത്യാവശ്യത്തിന് വിളിക്കുന്നതാണെങ്കിലോ? ഇടയ്ക്കിടെ ഫോൺ കട്ട് ചെയ്തുകൊണ്ടിരുന്ന അതിഥിയെ നോക്കി അവൻ ചോദിച്ചു. അയാളുടെ ആവശ്യം എന്താണെന്ന് എനിക്ക് നന്നായി അറിയാം. ഞാൻ ബാക്കി നമ്പറെല്ലാം ബ്ലോക്ക് ചെയ്തതാ. ഇത് പുതിയ നമ്പറാണെന്ന് തോന്നുന്നു. അവൾ അസ്വസ്ഥതയോടെ ആ നമ്പർ ബ്ലോക്ക് ചെയ്തു. എടോ, താൻ പറയുന്നത് നമ്മുടെ ഇവിടുത്തെ ആൻറ്റിയുടെ ഹസ്ബൻഡിനെ കുറിച്ചല്ലേ? ആൻറ്റിയോട് നന്നായി പെരുമാറുന്നില്ല എന്നത് മാറ്റി നിർത്തിയാൽ നിനക്ക് അയാളുമായി വേറെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒന്നുമില്ല, എനിക്ക് അയാളെ ഇഷ്ടമല്ല, അത്രയേ ഉള്ളൂ. അതിഥി, നിൻ്റെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും വള്ളിപ്പുള്ളി തട്ടാതെ നീ എന്നോട് പറയണമെന്ന് എനിക്കൊരു വാശിയുമില്ല. പക്ഷേ നീ എന്നോട് അത് പറയുന്നത് എനിക്കിഷ്ടമാണ്. നിൻ്റെ എന്ത് കുഞ്ഞു കാര്യങ്ങളും കേൾക്കാൻ എനിക്കിഷ്ടമാണ്. അവൻ കാലിയായ ബിയർ ഗ്ലാസ് നീക്കിവെച്ച് അവൾക്കടുത്തേക്ക് ചേർന്നിരുന്നു. അയാളൊരു ദിവസം രാത്രി വിളിച്ചിട്ട് എന്നോട് മോശമായി സംസാരിച്ചു. എന്ത്? എന്നിട്ട് നീ തിരിച്ചൊന്നും പറഞ്ഞില്ലേ? നേരിട്ട് കണ്ടപ്പോൾ ഒന്ന് പൊട്ടിക്കായിരുന്നില്ലേ? ഞാൻ നല്ലോണം പറഞ്ഞു. അതിൽ പിന്നെ വിളിച്ചിട്ടില്ല. പക്ഷേ അവിടെ പോകുമ്പോഴൊക്കെ ഒന്നും സംഭവിക്കാത്ത പോലെ ചിരിച്ച് കൊഞ്ചി സംസാരിക്കാൻ വരും. ആൻറ്റിയെയും ഷാലുവിനെയും ഓർത്തിട്ട് മാത്രമാണ് ഞാനൊന്നും പറയാതെ ഇരിക്കുന്നത്. നമുക്ക് അയാൾക്കിട്ട് 2 കൊടുത്താലോ? എന്ത് ധൈര്യത്തിലാണ് സ്വന്തം മകളുടെ പ്രായമുള്ള ഒരു കൊച്ചിനോട് അങ്ങനെ സംസാരിക്കാൻ അയാൾക്ക് ധൈര്യം കിട്ടിയത്? ശരണിന് ഒരുപോലെ ദേഷ്യവും സങ്കടവും വന്നു. എനിക്കതിൽ വലിയ പുതുമയൊന്നും തോന്നുന്നില്ല. സ്വന്തം വീട്ടുകാർ പോലെ ഇതൊക്കെ സാധാരണമാണ്. പെൺകുട്ടികൾ മാന്യമായി നടന്നാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ എന്നാണ് പറയുന്നത്. എൻ്റെ അതിഥി, നീ എന്താ പറയുന്നതെന്ന് വല്ല ബോധം നിനക്കുണ്ടോ?
ഏത് വീട്ടിലാണ് സ്വന്തം മകൾക്ക് ഇങ്ങനെയൊരു അവസ്ഥയുണ്ടാകുമ്പോൾ കൂടെ നിൽക്കാതെ ഇരിക്കുന്നത്? നമ്മുടെ നാട്ടിലുള്ള ഒട്ടുമിക്ക വീടുകളിലും അങ്ങനെ തന്നെയാണ്. ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയം അയൽവാസികളൊക്കെ നമുക്ക് കുടുംബം പോലെയാണ്. ഒരു ദിവസം അപ്പുറത്തെ വീട്ടിലെ ചേട്ടൻ്റെയും ഭാര്യയുടെയും കൂടെ ഞാൻ ഡ്രസ്സ് എടുക്കാൻ പോയി. അത്രയും ആളുകളുള്ള ആ ഷോപ്പിൽ ഡ്രസ്സ് തിരയുന്നതിനിടെ അയാൾ എൻ്റെ പിറകിൽ വന്നു ഒരുപാട് നേരം മോശമായി പെരുമാറി. എനിക്ക് അനങ്ങാൻ പറ്റിയില്ല. ശരീരം മുഴുവൻ മരവിച്ച പോലെ. വായിൽ നിന്ന് ഒരക്ഷരം പുറത്തു വന്നില്ല. ഒരാൾ എന്നോട് മോശമായി പെരുമാറുന്നു എന്നതിനേക്കാൾ അത് ചെയ്യുന്നത് ഞാൻ എൻ്റെ സ്വന്തമെന്ന് കരുതിയ ഒരാളാണല്ലോ എന്ന ചിന്തയിൽ എനിക്ക് അനങ്ങാൻ കഴിഞ്ഞില്ല. മനസ്സുകൊണ്ട് ഞാൻ മരവിച്ചു പോയിരുന്നു. അവളോട് എന്ത് മറുപടി പറയണമെന്നറിയാതെ അവൻ അവളെ ചേർത്ത് പിടിച്ചു. നീ ഈ കാര്യം വീട്ടിൽ പറഞ്ഞില്ലേ? പറഞ്ഞു. അന്ന് തന്നെ പറയാനുള്ള ഒരു മാനസികാവസ്ഥ എനിക്കുണ്ടായില്ല. പിന്നീട് ഒരിക്കൽ വീട്ടിൽ വന്നപ്പോൾ അയാൾ അധികാരത്തോടെ വീട്ടിലും മുറിയിലുമൊക്കെ വന്ന് കയറിയപ്പോൾ അന്ന് രാത്രി അമ്മയോട് പറഞ്ഞു, ഇനി അയാളെ വീട്ടിൽ കയറ്റരുതെന്ന്. എന്നിട്ടെന്താ? അതൊക്കെ കഴിഞ്ഞിട്ട് ഇത്രയും കാലമായില്ലേ? ഇതൊക്കെ സാധാരണ സംഭവമാണ്. നമ്മൾ സ്ത്രീകൾ കണ്ടില്ല കേട്ടില്ല എന്ന് നടിക്കണം. എന്താവശ്യത്തിനും വിളിച്ചാൽ വരാൻ അവർ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് പിണങ്ങി നടക്കാൻ പറ്റില്ലത്രേ. പിന്നെ ഈ ഒരു സംഭവമുണ്ടായ അന്ന് വീട്ടിലെത്തി എന്ത് ചെയ്യണമെന്നറിയാതെ ഞാൻ ഹാളിലുണ്ടായ കട്ടിലിൽ കിടന്നു. അപ്പോൾ അയാൾ വീട്ടിൽ വന്നിരുന്നു. അത് അത്രയും ഉണ്ടായിട്ടും ഞാൻ അയാൾക്ക് വന്നപ്പോൾ എന്തിന് അവിടെ കിടന്നു എന്നതായിരുന്നു അമ്മയുടെ വിഷയം. അയാൾ എന്നോട് ചെയ്തതൊന്നും ഒന്നുമല്ലാതായി. ഇത്രയും വർഷം അവിടെ ജീവിച്ചിട്ടും അമ്മയോട് അയാൾ ഒന്നും മോശമായി പെരുമാറിയിട്ടില്ല. എന്നോട് അങ്ങനെ ചെയ്യാൻ തോന്നിയിട്ടുണ്ടെങ്കിൽ അതെൻ്റെ നടപ്പിൻ്റെ പ്രശ്നമാവുമെന്നുകൂടെ പറഞ്ഞു. പ്രത്യേകിച്ച് ഭാവവ്യത്യാസം ഒന്നുമില്ലാതെയാണ് അവൾ അത്രയും പറഞ്ഞു തീർത്തതെങ്കിലും അവൻ അവളെ മുറുക്കെ ചേർത്ത് പിടിച്ചതിനാൽ ഹൃദയം 10 മടങ്ങ് വേഗത്തിൽ മിടിക്കുന്നത് അവന് കേൾക്കാമായിരുന്നു. നമ്മൾ ഈ വിശ്വാസവഞ്ചനകളൊക്കെ ആദ്യം നേരിടുന്നത് സ്വന്തം കുടുംബത്തിൽ നിന്ന് തന്നെയാണ്. അച്ഛനും അമ്മയും നമ്മുടെ സംരക്ഷകരാണെന്നുള്ള വലിയ നുണയൊക്കെ ഇങ്ങനെ ചില കാര്യങ്ങൾ വരുമ്പോൾ പൊളിഞ്ഞു വീഴും. വീണ്ടും എപ്പോഴോ ഞാൻ ഈ കാര്യം സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ശ്രദ്ധ പിടിച്ചു പറ്റാൻ വേണ്ടി ആവശ്യമില്ലാതെ ഉണ്ടാക്കുന്ന ബഹളങ്ങളായേ അവർക്കതിനെ കാണാൻ കഴിഞ്ഞിട്ടുള്ളൂ. ഉള്ള അത്രമേൽ ഉടഞ്ഞു പോയിട്ടാണ്, മനസ്സിന് അത്രമേൽ മുറിവേറ്റത് കൊണ്ടാണ് അവരോട് ഒന്ന് മനസ്സിലാക്കി ചേർത്ത് പിടിക്കാൻ ആവശ്യപ്പെടുന്നതെന്ന് അവർ ഒരിക്കലും മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടില്ല. ഞാൻ ഉൾപ്പെടെയുള്ള പെൺകുട്ടികളുടെ ഏറ്റവും വലിയ ഗതികേട് എന്താണെന്നറിയോ? മാതാപിതാക്കൾ എത്ര നമ്മെ വേദനിപ്പിച്ചെന്ന് പറഞ്ഞാലും നമുക്കവരെ വെറുക്കാൻ കഴിയില്ല. അവരുടെ കണ്ണു നിറയുമ്പോൾ ഉള്ളു പിടഞ്ഞു പോകും. അവർ നൽകിയ വേദനകളൊക്കെ മറന്നു പോകും. ഈ കല്യാണമൊക്കെ കഴിഞ്ഞാലും പലതും സഹിച്ച പെൺകുട്ടികൾ ഭർത്താവിൻ്റെ വീട്ടിൽ തന്നെ തുടരുന്നതിൻ്റെ പ്രധാന കാരണം സ്വന്തം മാതാപിതാക്കളെ വിഷമിപ്പിക്കേണ്ട എന്ന ഒറ്റ ചിന്തയാണ്. സോറിഡാ, നീ ഇത്രയ്ക്ക് വേദനിച്ചപ്പോഴൊന്നും കൂടെ നിൽക്കാൻ കഴിയാതിരുന്നതിൽ. ഇതുപോലെ നിന്നെ വേദനിപ്പിക്കാൻ ഞാനിനി ആരെയും അനുവദിക്കില്ല. അവൻ കയ്യിലെടുത്ത സിഗരറ്റ് പുറത്തേക്കെറിഞ്ഞ് അവളെ ചേർത്ത് പിടിച്ച് നെറുകയിൽ ഉമ്മവച്ചു. ഞായറാഴ്ച നീ വരില്ലേ എൻ്റെ കൂടെ? പിന്നെ വരാതിരിക്കോ? എൻ്റെ കുട്ടിയെ സാരി ഉടുത്ത് കാണാൻ പറ്റുന്ന ഒരവസരം ഞാൻ പാഴാക്കോ? കഥ തുടരും.